അയ്യോ മമ്മൂട്ടി, സലീം കുമാർ നടക്കുന്നത്. സലീം കുമാർ ഈ സൂലൊക്കെ പിള്ളേരെ കൊണ്ടുപോയിട്ട് ദോ കോരങ്ങ്, ദോ സിംഹ, ദോ പുലി. എന്റെ കറക്റ്റ് അല്ല, ഞാൻ പറഞ്ഞില്ലേ ഇതാണ് ഉടുപ്പ്. പ്രശസ്ത സിനിമാ താരം സുരാജ് വെഞ്ഞാറമൂട് അവതരിപ്പിക്കുന്ന സോപാന സംഗീതവും കളവെഴുത്തും പാട്ടും. നിന്റെ മാറിലെ ചോര കൊണ്ട് ഞാൻ എന്റെ പാഞ്ചാലിയുടെ മുടി കെട്ടു. പാണ്ടിലോറ് വിഴുങ്ങിയോ? ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം. അവിടെ ചെന്നിട്ട് വിനുമോഹൻ പ്രാർത്ഥിക്കണം, ഇനി ഞാൻ പാടില്ല. നമസ്കാരം. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് പവർഡ് ബൈ ഗോപു നന്ദില ജി മാർട്ട്, co-presented by കൈർലി TMT സ്റ്റീൽ ബാസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം തന്നെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം സുരാജ് ഏട്ടൻ. ഹലോ ഹലോ, നമസ്കാരം. എല്ലാവർക്കും സുഖമല്ലേ? അപ്പൊ അങ്ങ് തുടങ്ങാം അല്ലേ? എന്തായാലും അതിഥികളും ആതിഥേയരും ചിരിയുടെ രസക്കൂട്ടുമായിട്ട് നമ്മുടെ ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ ജൈത്രയാത്ര തുടരുകയാണ്. അങ്ങനെ ഇരിക്കവേ തന്നെ ഇന്ന് എത്തിയിരിക്കുന്ന അതിഥി ആരാന്നറിയോ? അറിയാം. എന്നാ പറഞ്ഞേക്ക്. തിരക്കഥാകൃത്തും സംവിധായകനുമായ ലോഹിദാസ് സർ നമുക്ക് നിവേദ്യമായി തന്ന മലയാള സിനിമയ്ക്ക് നിവേദ്യമായിട്ട് തന്ന ഒരു താരമാണ്. അപ്പൊ നിങ്ങൾക്ക് ആളപ്പിടി കിട്ടി. യെസ്, നമ്മുടെ എല്ലാം സ്വന്തം വിനു മോഹൻ. உன் பேர் என்ன தெரியாது, உன் ஊர் என்ன தெரியாது, நீ யாருன்னே தெரியாது, பரவாயில்ல, தேவையில்லை உன் வரலாறு, என லவ் பண்ணவே முடியாது என்றே சொன்னாலும் கூட பரவாயில்ல, பழகிக்கலாம் வச்சின்னே மஞ்ச நம்பக, பழகிக்கலாம் வச்சின்னே மஞ்ச நம்ப, பழகிக்கலாம் வச்சின்னே மஞ்ச நம்பக, பழகிக்கலாம் பழகிக்கலாம். വിനു മോഹൻ, സുഖം. സുഖം. നമ്മൾ പിന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഒരു രസകരമായിട്ടുള്ള തുടക്കം. കാരണം ഇപ്പോൾ നമ്മൾ ഒരുമിച്ച് ഒരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്, പുലി മുരുകൻ. അതിന്റെ വിശേഷത്തിലേക്ക് വരാം. അപ്പോ സുരാജ് അവിടെ നിൽക്കട്ടെ ഒരു കാര്യം. നിങ്ങൾ സ്ഥിരം കാണുന്ന ആൾക്കാരാണ് എപ്പോഴും, പക്ഷെ ഞാനൊരു പ്രേക്ഷക എന്നുള്ള രീതിയിൽ ചോദിക്കട്ടെ, നിവേദ്യത്തിലെ ആ ഒരു ക്യൂട്ടായിട്ടുള്ള നമ്പൂതിരിനെയാണ് നമ്മൾ എല്ലാവരും കണ്ടോണ്ടിരുന്നത്. പിന്നെ ഒരു ഗ്യാപ്പിന് ശേഷം നീനയിൽ വന്നിരിക്കണു, വ്യത്യസ്തമായിട്ട് പറഞ്ഞാൽ തടി കുറച്ച് മെലിഞ്ഞ് സുന്ദരനായിട്ടൊരു പുതിയ ഗെറ്റപ്പിലാണ് വന്നിരിക്കുന്നത്. എന്താണ്, കല്യാണം കഴിഞ്ഞതാണോ? അതിന്റെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. കല്യാണം കഴിഞ്ഞത് കൊണ്ടാണോ? അത് എന്താണ്? മെലിയാൻ പുള്ളിയുടെ കയ്യിൽ ഒരു വിദ്യയുണ്ട് അല്ലെ? അതാണ് ഭാര്യ. ഭാര്യയുടെ പേര് വിദ്യ എന്നാണ്. വിദ്യ ശരിക്കും അതെ അതെ, കാരണം അവൾ വിദ്യാകാരനാണ്. ഈ എനിക്ക് അത്യാവശ്യം നല്ല ഫുഡ് ഇഷ്ടമായിട്ടുള്ള ഒരാൾ തന്നെയാണ്. നല്ല മനസ്സുള്ളവർക്ക് എപ്പോഴും അങ്ങനെ ആയിരിക്കും. തീർച്ചയായിട്ടും തടി ചുമ്മാ വന്നോണ്ടിരിക്കും. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ അവള് ഈ കല്യാണം കഴിഞ്ഞ വർഷം ഇപ്പൊ ഇങ്ങനെ വിരുന്നൊക്കെ പോയി ഭയങ്കരമായിട്ട് ഫുഡൊക്കെ കഴിച്ച് നല്ല തടിച്ചു വരുന്ന സമയത്ത് പിന്നെ കണ്ടന്റ് ആയിട്ട് ഡയറ്റ് എടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഏറ്റു. പിന്നെ യോഗ ചെയ്യും ഇടയ്ക്ക്. അങ്ങനെ പിന്നെ വിനുമോഹന്റെ ആദ്യ സിനിമ നിവേദ്യം, അത് ഒരു ലെജൻഡിനോടൊപ്പം വർക്ക് ചെയ്യാൻ സാധിച്ചു അല്ലേ? തീർച്ചയായിട്ടും. ലോഹി സാറിന്റെ കൂടെ എനിക്ക് ലോഹി സാറിനെ കാണാനുള്ള ഭാഗ്യം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അദ്ദേഹവുമായിട്ട്
ഒരുമിച്ച് വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് തോന്നുന്നു ഒരുപാട് താരങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു ആർക്കും കാരണം സാറിന്റെ അവസാന സിനിമ നിവേദ്യമാണ്. അപ്പൊ ഞാൻ വരെയുള്ള രാജു ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട്, വർക്ക് ചെയ്ത് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. വേറെ ആരും അങ്ങനെ എനിക്ക് തോന്നുന്നില്ല, ആരും വന്നിട്ടില്ല ഈ സമയം. ഇപ്പൊ നിൽക്കുന്ന ആൾക്കാരിൽ ആരും വർക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല സാറിന്റെ അടുത്ത്. അവിടെ ചെന്നപ്പോ ആദ്യത്തെ ഷോട്ട് എന്തായിരുന്നു? ആദ്യത്തെ ഷോട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ. ആദ്യം ഒരു ഓട്ടോയിൽ വന്നിറങ്ങി നിൽക്കുമ്പോൾ മുകളിലത്തെ നിലയിൽ ഒരു പെൺകുട്ടി പുസ്തകം വായിക്കുന്നു. അപ്പം കൈതപ്പുറം മാഷ് ഒരു തറവാട്ടിലേക്ക് അയച്ചിട്ട് വരുന്നതാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോൾ അത് എനിക്ക് ഇതിനെന്താ സംഭവിച്ചെന്ന്, ഇതിനിടയ്ക്ക് ഈ സാറിന്റെ കൂടെ വർക്ക് ചെയ്യുന്നതിന്റെ ടെൻഷനും എങ്ങനെ ആയിരിക്കും എന്നുള്ള പേടിയും ഇതെല്ലാം കൂടെ മനസ്സിൽ നിൽക്കുക. അപ്പൊ ഈ ഒരു ഓട്ടോയിൽ നിന്ന് ഇറങ്ങി അങ്ങോട്ട് നോക്കണം, പിന്നെ ഫ്രണ്ടിൽ ഒരു പെൺകുട്ടി വരുമ്പോൾ കൊള്ളാലോ നല്ല സ്ഥലത്തേക്കാണ് കൈതപ്പുറം സാർ അയച്ചതെന്ന് പറഞ്ഞ് നോക്കുന്നത് ഇവരെ രണ്ടുപേരും. പക്ഷെ ഇതെനിക്ക് പറ്റണില്ല. 10-18 ടേക്കോളം പോയി ഫസ്റ്റ് ഷോട്ട്. ഞാൻ വിചാരിച്ചു ദൈവമേ സിനിമ എന്ന് പറയുന്നത് മറക്കാം, നടക്കൂല എന്നൊക്കെയുള്ള ഒരു ചിന്തയിലൊക്കെ നിൽക്കുമ്പോഴാണ് സാർ ചോദിച്ചു എന്നാൽ ബ്രേക്ക് ചെയ്തിട്ട് എടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ ബ്രേക്ക് സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിക്കുക, കാരണം എനിക്കിത് പറ്റുന്നില്ല എന്ന് എനിക്ക് തന്നെ ബോധ്യമായി. അപ്പം ഞാൻ ഇനി ചെയ്താലും പറ്റൂല. അപ്പം ഞാൻ അങ്ങനെ സാറിൻ്റെ അടുത്ത് പോയിട്ട് പറയാമെന്ന് വിചാരിച്ചു. കാരണം എനിക്ക് ഇന്ന് പറ്റത്തില്ല, നമുക്ക് നാളെ എടുത്താലോ എന്ന് ചോദിക്കണം. കാരണം വേറൊരു ആർട്ടിസ്റ്റിനെ ഇല്ല, അന്ന് ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ വിചാരിച്ചു മിക്കവാറും ലോയി സാർ പറയും നീ പൊക്കോ, ഇനിയിപ്പം അവനെയും കണ്ട. അതാണ് ആദ്യമായിട്ട് കിട്ടിയ ഒരു നായക സിനിമ, ഒരു ലെജൻഡിനോടൊപ്പം കിട്ടിയ. പ്രത്യേകിച്ച് ലോയി സാർ പറഞ്ഞു വിട്ടു എന്ന് കൂടെ അറിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ അഭിനയിക്കേണ്ടി വരില്ല. അതെ, പിന്നെ അതോടെ ഒരു ഒറ്റ ഒരുമ്പെട്ട പോക്കായിരിക്കും. അങ്ങനെ ഞാൻ സാറിനോട് പോയി പറഞ്ഞു എനിക്ക് ഇന്ന് പറ്റുന്നില്ല, നാളെ ആവാം. പക്ഷെ അവിടെയാണ് ഞാൻ സാറിന്റെ ഏറ്റവും വലിയൊരു, കാരണം സാർ എന്നോട് പറഞ്ഞു എന്നാ പിന്നെ നേരത്തെ പറഞ്ഞൂടെ നമുക്ക് ബ്രേക്കിന് മുമ്പ് പാക്കപ്പ് ചെയ്യാറുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അതൊരു ഭയങ്കര റിലീഫായിരുന്നു എനിക്ക്. അങ്ങനെയൊക്കെ പറയുമോ പുതിയ ആൾക്കാരോട് എന്നൊരു ചിന്തയായി എനിക്ക്. അങ്ങനെ ആ ഷൂട്ട് പിറ്റേ ദിവസം വന്നു. പിന്നെ അപ്പൊ എനിക്ക് ആദ്യത്തെ 2-3 ദിവസം ഇങ്ങനെ ഒരു ഇത് വന്നപ്പോൾ സാർ പറഞ്ഞു നമുക്കൊരു കാര്യം ഞാൻ പാട്ട് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഒരു എനർജി ആവുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫസ്റ്റ് പാട്ട് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ആ ട്രാക്കിലേക്ക് വന്നു. അതാണ് ആ ഒരു സിനിമയുടെ ആദ്യത്തെ സമയത്തുള്ള കാര്യം. നിങ്ങൾ രണ്ടുപേരും ചട്ടമ്പി നാട്ടില് മമ്മൂക്കയുടെ കൂടെ നിങ്ങൾ രണ്ടുപേരും ചെയ്തൊരു പടം ഉണ്ടായിരുന്നു. രണ്ടുപേരും നല്ലൊരു ക്യാരക്ടർ തന്നെ ആയിരുന്നു കേട്ടോ അതിൽ. കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്രത്യേകതരം ക്യാരക്ടറാണ്. ആ ഒരു സിനിമയിലെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങളൊക്കെ കൂടുമ്പോ, പ്രത്യേകിച്ചും സുരാജേട്ടൻ കൂടുമ്പോ എന്തെങ്കിലും പരിപാടികൾ ഉണ്ടായിരിക്കും. ചട്ടമ്പി നാട് കോമഡിയാണ്, നമ്മളെല്ലാവരും ഉള്ള കാര്യമല്ലേ. ഒരുപാട് ആർട്ടിസ്റ്റുകൾ, എനിക്ക് തോന്നുന്നു ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ടെന്നല്ലേ. മനോജ് ചേട്ടനുണ്ട്, സുരാജേട്ടൻ, സലീം. അതില് അവിടെ പളനി വെച്ചിട്ടൊരു കോമഡിയല്ല, പിള്ളേർ വന്നിട്ട് കണ്ടത് ഓർമ്മയില്ല. അതെ പറഞ്ഞോ. പളനി വീടുണ്ട്, അവിടെയാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം ഒരു ഒരാൾ വന്ന് ചോദിച്ചു ഇങ്ങനെ ഒരു ടൂർ വന്ന കുറച്ച് കുട്ടികളുണ്ട്, അപ്പൊ അവർക്കൊന്ന് എല്ലാരും ഒന്ന് കാണണമെന്ന് ആഗ്രഹമുണ്ട്. ബഹളം വെക്കില്ല, അവര് നിന്നോളും, കണ്ടിട്ട് അങ്ങ് പൊക്കോളൂ, ഓട്ടോഗ്രാഫ് അങ്ങനെ ഒന്നും ശല്യം ചെയ്യില്ല, ഫോട്ടോ എടുക്കില്ല, കണ്ടിട്ട് പൊക്കോളൂ എന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ നോക്കുമ്പോൾ കാണുന്നതെന്ന് പറഞ്ഞാൽ അകത്തുനിന്ന് കാണുമ്പോൾ ഇങ്ങനെ ഒരു ബസ് ചെയ്യുന്ന ഇങ്ങനെ വരിയായിട്ട് ഇറങ്ങുന്നു. ഫ്രണ്ടിൽ ഒരു സാറ് പതുക്കെ പോകൂ, ഇങ്ങനെ ഭയങ്കര നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. ആ നിർദ്ദേശങ്ങൾ കൊടുത്തപ്പോൾ വരിയായിട്ട് വന്ന് ഒരു വാതിലൂടെ കയറി ഇങ്ങനെ പോകുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഇരിക്കല്ലേ. അപ്പൊ ഇവരിങ്ങനെ വന്നിട്ട് സുരാജ് വെഞ്ഞാറമൂട് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിങ്ങനെ ചിരിക്കും. അതായത് അദ്ദേഹം വന്നിട്ട് കാണിച്ചു കൊടുക്കും. അപ്പൊ സലീമേട്ടനും എല്ലാവരും ഇരിപ്പുണ്ട്. അതാണ് വിനു മോഹൻ, അത് സുരാജ്, അയ്യോ മമ്മൂട്ടി, സലീം കുമാർ നടക്കുന്നത്, സലീം കുമാർ ഇങ്ങനെയൊക്കെ പറഞ്ഞു. എന്നിട്ട് അവർ അപ്പുറത്തെ വാതിൽ കൂടെ പോയി. ഇവര് പോയി കഴിഞ്ഞപ്പോ സലീമേട്ടനല്ലേ പറഞ്ഞു. സലീമേട്ടൻ ചോദിക്കുക നമ്മുടെയൊക്കെ അവസ്ഥ ഉണ്ടോ ഒന്ന്, ഈ സൂലൊക്കെ പിള്ളേരെ കൊണ്ടുപോയിട്ട് ദോ കോരങ്ങ് ദോ സിംഹ ദോ പുലി എന്നൊക്കെ പറയുന്ന വരുന്നതിന്റെ ഒരു എഫക്റ്റ് ആയിരുന്നു അവർക്ക്. ആ രീതിയിലാണ് ഓരോന്ന് പറയണത്. ഇങ്ങനെയൊക്കെ നടന്നിട്ട് സലീം കുമാർ എന്തോ ഒരു പ്രത്യേകതരം ജീവിയെ പോലെയാണ്. പിന്നെ ശരിക്കും വിനു സ്കൂളിൽ പഠിച്ചിരുന്ന സമയത്തെ വിചാരിച്ചോ അപ്പൂപ്പനെ പോലെ ഇല്ലെങ്കിൽ മാമനെ പോലെ അച്ഛനെ പോലെ ഒരു നല്ല ആക്ടർ ആകണം? സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ആഗ്രഹം ഉണ്ടായിരുന്നു, കാരണം അഭിനയിക്കണം അല്ലെങ്കിൽ ഡ്രാമ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ഈ അങ്ങനെ സിനിമ വരുന്നോ അല്ലെങ്കിൽ എങ്ങനെ ആവുന്നോ ബാക്കി എല്ലാവർക്കും ഭയങ്കര പ്രതീക്ഷയായിരുന്നു, എനിക്ക് മാത്രം ഒരു പ്രതീക്ഷയില്ലായിരുന്നു. കാരണം എന്റെ ടീച്ചേഴ്സൊക്കെ പറയാം നിങ്ങൾക്ക് സിനിമ എന്നെ പണ്ടൊരു സിനിമയിൽ അഭിനയിക്കും എന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഭയങ്കരമായിട്ട് ബാക്കിൽ നിന്ന് ഭയങ്കര പുഷ്. കാരണം എല്ലാവരും ഫാമിലി ഇങ്ങനെ ആയതുകൊണ്ട് നീ അഭിനയിക്കും എന്നൊക്കെ പറയാറുണ്ട്. എനിക്ക് മാത്രം വിശ്വാസം ഇല്ലായിരുന്നേ ഉള്ളൂ. പക്ഷെ ആ സമയം പക്ഷെ ഈ സ്റ്റേജ് ഒക്കെ ചെയ്യാറുണ്ട് കേട്ടോ, സ്റ്റേജ് പ്രോഗ്രാംസ്. സ്കൂളിലെ നമുക്ക് സ്റ്റേജ് ഷോ എന്താണെന്ന് പറയാം. സ്കൂളിൽ പുള്ളി പിന്നെ കാണിച്ചിട്ടുള്ള ഇനങ്ങളെല്ലാം ഇന്ന് ഇവിടെ കാണിക്കണം. എന്തൊക്കെയായിരുന്നു മെയിൻ ഐറ്റം? അല്ല അങ്ങനെ മിമിക്രി എന്ന് ചെയ്യാറില്ല, കാരണം മിമിക്രി എന്ന് പറയുന്ന സാധനം എനിക്ക് ഇഷ്ടമാണ്. ഞാൻ ട്രൈ ചെയ്തിട്ടേ ഉള്ളൂ, പക്ഷെ എനിക്ക് അത്ര പറ്റിയിട്ടില്ല അധികം ഒന്നും. അത്യാവശ്യം അറിയാവുന്ന ഈ മറ്റേ ഉടുക്ക് സൗണ്ട് ചെയ്യണ്ടായിരുന്നു. ഉടുക്ക് അപ്പോ വിനു മോഹന്റെ ആ കോളേജിൽ വെച്ചിട്ടല്ലേ, വെറുതെ ഒരു ഉടുക്കിന്റെ ശബ്ദം അല്ലേ, അത് കറക്റ്റ് ഉടുക്കാണോ എന്ന് ഇപ്പൊ അറിയാം. നോക്കാം, അത് പക്ഷെ കുറെ നാളായി. എന്നാലും ഉടുക്ക് മാറൂലല്ലോ. അവിടെ പോയിട്ടാണെങ്കിൽ ഇവിടെ കയ്യടി ആയിരിക്കും. അതെ.
പെർഫെക്റ്റ്. ഇത് പക്ഷെ കുറെ ബ്രീത്ത് നമുക്കിങ്ങനെ ഹോൾഡ് ചെയ്ത് ചെയ്ത പ്രാക്ടീസ് ഇല്ലാതുണ്ടോ? ഞാൻ വെറുതെ ഒന്ന് കഴിച്ചു. എന്റെ കറക്റ്റ് അല്ല, ഞാൻ പറഞ്ഞില്ലേ ഇതാണ് ഉടുക്കുക. പിന്നെ ഇങ്ങനെ എക്കോ രീതിയിൽ സംസാരിച്ചു. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ എല്ലാം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? കാരണം അതൊക്കെ ആ സമയത്തുള്ള സ്പിരിറ്റ്. നമുക്ക് ലൂണാർസ് കോമഡി സൂപ്പർ നൈറ്റിന്റെ വേദിയിൽ കിട്ടുന്നത് എന്ത് നമ്മൾ ചെയ്യുക, അതാ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഇത്രയും ഓഡിയൻസ് റെഡി ആയിട്ടിരിക്കുക. നിങ്ങളിൽ നിന്ന് ഇതൊക്കെയാണ് ജനം പ്രതീക്ഷിക്കുന്നത്. അല്ലാതെ അത് ഞാന് 3 സിനിമ അതൊന്നും അങ്ങോട്ട് പറയാം. അങ്ങോട്ട് എക്കോ ഈ മൈക്കിൽ എക്കോ ഇല്ലല്ലോ അല്ലേ? ഇല്ല ഒന്ന് വിളിച്ചു നോക്കിയേ. ഹലോ, എക്കോ ഇല്ല. അങ്ങനെ എക്കോ ഇടില്ല. ഇതില്ലേ പരസ്യമല്ല, ഇപ്പൊ നാടകത്തിന്റെ അനൗൺസ്മെന്റ് ഇങ്ങനെ ഈ ഉത്സവപ്പറമ്പില്, അതെ. പ്രിയപ്പെട്ട കലാസ്നേഹികളെ, അടുത്ത ബെല്ലോടുകൂടി നാടകം ഇവിടെ ആരംഭിക്കുകയാണ്. അവസാനം പ്രിയപ്പെട്ട കലാസ്നേഹികളെ, നാടകം ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. അതിനു മുമ്പ് ഈ സ്റ്റേജിന് ചുറ്റുമുള്ള എല്ലാ ലൈറ്റുകളും അണച്ച് ഞങ്ങളോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. പക്ഷെ അവസാനം ഇപ്പൊ പോയി. പണ്ട് കറക്റ്റ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യട്ടെ ഒരു പരസ്യം. വർണ്ണം 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 റെഡിമേഡ് സെന്റർ MC റോഡ് വെഞ്ഞാറമൂട്. വർണ്ണം റെഡിമേഡ് സെന്റർ MC റോഡ് വെഞ്ഞാറമൂട്. അടിപൊളി. ഓക്കെ, താങ്ക് യു. എനിക്കറിയാം ചളമാണെന്ന്. ലാലേട്ടനോടൊപ്പം എനിക്ക് തോന്നുന്നു കൂടുതൽ ഇടപഴകാൻ കഴിഞ്ഞത് നമ്മുടെ CCL ഉണ്ടായിരുന്നു അല്ലേ? CCL സമയത്താണ്. ശരിക്കും ആദ്യത്തെ ഒരു വർഷം ഭയങ്കര എന്താ പറയാ, വളരെ ഒരു നമ്മൾ ഇത്ര ആർട്ടിസ്റ്റുകൾ ഒരു സിനിമയുടെ അപ്പുറത്ത് വേറൊരു മേഖലയിൽ, കാരണം സ്റ്റേജ് ഷോസും കാര്യങ്ങളും അല്ലാതെ ഒരു ഫുൾ ടൈം ഗ്രൗണ്ടിൽ ഒരു, എനിക്ക് തോന്നുന്നു രാവിലെ ഗ്രൗണ്ടിൽ കയറി കഴിഞ്ഞാൽ വൈകുന്നേരം. കാരണം ഒന്നാമത്തെ പ്രശ്നം, നമ്മളൊക്കെ മടിക്കും വേണം, പക്ഷെ ഫ്രണ്ടിൽ നിൽക്കുന്ന ലാലേട്ടനാണ്. ഫ്രണ്ടിൽ ലാലേട്ടൻ നിന്നിട്ടാണ് പ്രാക്ടീസിന് ഗ്രൗണ്ടിൽ വരുന്നത് ആ വെയിലത്ത്. അപ്പൊ നമുക്ക് മാറി നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അങ്ങനെയാണ് അതിന്റെ ഒരു ട്രെയിനിങ് സെക്ഷനൊക്കെ ആദ്യം ശരിക്കും ആ ഫസ്റ്റ് ഇയർ തൊട്ട് ഭയങ്കര എൻജോയ് ചെയ്ത് കളിച്ച്. ഈ കളിയുടെ ഇടയ്ക്കും കുറെ കോമഡികളുണ്ട്. ആ കോമഡികൾ ലാലേട്ടന്റെ കോമഡി ഉണ്ടോ കളിക്കിടയിൽ? ഇല്ല, ലാലേട്ടന്റെ കോമഡി എന്ന് പറഞ്ഞാല് ലാലേട്ടന്റെ കോമഡി എന്ന് വെച്ചാൽ നമ്മൾ വളരെ ആദ്യമൊക്കെ ചെയ്യുന്നപ്പം മറ്റു ടീമുകൾക്കൊക്കെ ഒരുപാട് ഒരു 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. തെലുങ്ക് ടീമുമായിട്ട് ഇങ്ങനെ, തെലുങ്കാന കർണാടക ടീമായിട്ട് കളിച്ചോണ്ടിരിക്കാം. ബിനീഷ് വന്നിട്ട്, ബിനീഷ് കോടിയേരിയല്ലേ, ബിനീഷ് വന്നിട്ട് ഇങ്ങനെ മൊത്തം അവരിങ്ങനെ 6 അടിച്ചുകൊണ്ടിരിക്കുന്നു. അവരിങ്ങനെ 6 മാത്രമേ അടിക്കുന്നുള്ളൂ. അവസ്ഥയിലാണ് നിങ്ങളെ അടിച്ച് പറത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് ഇങ്ങനെ ഈ ലൊക്കേഷൻ അവിടെ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ നെക്ക് എക്സസൈസ്, അങ്ങനെ ഓരോ പാർട്സിന് എക്സസൈസ് ഇങ്ങനെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരാറുണ്ട്. ഇത് വേണം, അത് വേണം, നമുക്ക് ഉളുക്ക് വീഴാൻ പാടില്ല, ഇങ്ങനെ പറയും. അപ്പം അങ്ങനെ ഇരുന്ന സമയത്ത് ബിനീഷ് വന്നിട്ട് പറഞ്ഞു, വിവേക് എന്ന് പറഞ്ഞിട്ടൊരു പയ്യനുണ്ട്, അത് നമ്മളിപ്പം സീരിയലൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അതെ, വിവേകിന്റെ അടുത്ത് വന്നിട്ട് വിവേകിന് ബോൾ വിടും. ലാലേട്ടൻ ചോദിച്ചു എന്തിന്? ഇപ്പൊ കിട്ടും, നമുക്ക് ഇപ്പൊ കിട്ടും. ചിയറപ്പ് എന്ന് പോയി. വിവേക് ഫസ്റ്റ് ബോൾ 6, സെക്കൻഡ് ബോൾ 4, തേർഡ് ബോൾ 6, അടുത്ത ഒരു ബോൾ അടിച്ചു പറത്തി. എന്നുവെച്ചാൽ ആ അവസ്ഥ എല്ലാവരും നമ്മുടെ കയ്യിൽ നിന്ന് കളി പോയി നിൽക്കാം. അപ്പൊ ലാലേട്ടൻ വിളിച്ചിട്ട്, നീ ഇതാണ് ഇപ്പൊ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കഴിഞ്ഞ് വന്നിട്ട് നമ്മുടെ ഫിസിക്കൽ ട്രെയിനറോട് ഈ നെക്കിന്റെ എക്സസൈസ് എന്തിനാണ് പഠിപ്പിച്ചതെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. കാരണം ഇത് കറക്റ്റ് ആണല്ലോ, ബോൾ വന്ന് നോക്കുമ്പോൾ ഇങ്ങനെ കുഞ്ഞേണ്ടി വന്നിട്ടില്ല. ലാലേട്ടൻ പറഞ്ഞ കറക്റ്റാ. ഓരോ അടി ഇങ്ങനെ നമ്മൾ ഈ ഒരു എക്സസൈസിന് ഉപകാരപ്പെട്ടത് അപ്പോഴാണ്. തോറ്റ് ഇതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഭയങ്കര വിഷമിച്ചൊക്കെ വന്ന് രാവിലെ പ്രാക്ടീസിന് ഇറങ്ങാം. അപ്പം എല്ലാവരും വട്ടമേശ സമ്മേളനം പോലെ എല്ലാവരും കൂടിയിട്ട് ഇങ്ങനെ പറയാം. തോറ്റ് വന്നാലും നിങ്ങൾ സമ്മേളനം. പക്ഷെ അത് കഴിഞ്ഞിട്ട് കളിയാണ് ജയിച്ചത് കേട്ടോ. അതിന്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇവിടുത്തെ കൊച്ചിയിലെ കളി. അപ്പൊ ആ സമയത്ത് ഇങ്ങനെ അവിടെ ഇരുന്ന് സംസാരിക്കുമ്പോൾ പ്രാക്ടീസിന് പോവാം. അതിന് മുന്നേ ഉണ്ട് ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട്. ഇങ്ങനെ എല്ലാം സംസാരിച്ച് ഇങ്ങനെ ഡിസ്കഷൻ ഒക്കെ കഴിഞ്ഞപ്പോൾ ലാലേട്ടൻ ചോദിച്ചു, ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാനുണ്ട്? അപ്പോൾ കോച്ച് ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണമെങ്കിൽ പറയാം, നിങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ പറയാം എന്ന് പറഞ്ഞു. അപ്പം എല്ലാവരും നോക്കി ആരും ഒന്നുമില്ല. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം, ഗ്രൗണ്ടിലേക്ക് പോകാം എന്നുള്ള ലെവലിൽ നിൽക്കാം. അപ്പം മുന്നേ പെട്ടെന്ന് കൈ കാണിച്ചു. പറയൂ മുന്ന, എന്താ മുന്ന? അതെന്ന് ചോദിച്ചു. മുന്ന പറയൂ, മുന്ന എന്തോ പറയാൻ വന്നല്ലോ. സാർ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ടാണോ അങ്ങോട്ട് പോകുന്നത് അതോ ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പ്? അവന് ഭക്ഷണം മാത്രം മതി. ഇത്രയും വളരെ സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷൻ നടക്കുമ്പോൾ അതിന്റെ ഇടയ്ക്ക് തുന്നമ്പാടി നിന്നിട്ട് എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞ സാറേ ഭക്ഷണത്തിന് ശേഷം നമ്മളെ ട്രെയിനിങ്ങിന് പോയാൽ മതിയോ? എന്തായാലും എന്റെ പൊന്നു മുന്ന, ഇവൻ നിന്നെ കൊല്ലയാണ് കേട്ടോ.
ഇനി എന്തായാലും ഇദ്ദേഹത്തിന്റെ പെർഫോമൻസ് ഇതുപോലുള്ള വിശേഷങ്ങളും ഇനിയും നമുക്ക് പങ്കുവയ്ക്കണം. ഒരുപാട് സംസാരിക്കാനുണ്ട്. എന്തായാലും അല്പസമയം നമുക്ക് അവിടെ വിശ്രമിക്കാം. തീർച്ചയായും. ഓക്കെ, താങ്ക് യു. ഹലോ, നമസ്കാരം. 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 അയ്യോ, നമസ്കാരം. 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 കുറെ നേരം ഞാൻ നമസ്കാരം പറയല്ല. എന്താ കാര്യം? എന്താ? അല്ല, അത് വേറെ ഒന്നുമല്ല. ആദ്യമായിട്ട് കാണുന്ന ഒരാൾക്ക് നല്ല രീതിയിൽ നമസ്കാരം കൊടുക്കണമെന്നുള്ളതാണ് നമ്മുടെ നാട്ടിലെ ഒരു രീതി. നമ്മുടെ നാട്ടിൽ വേറൊരു രീതിയുണ്ട്. ഈ ഒരുപാട് പ്രാവശ്യം നമസ്കാരം പറഞ്ഞ അവന്റെ ശവസംസ്കാരം നടത്തുന്ന ഒരു രീതി അതിവിടെ ഉണ്ടാക്കരുത്. അത് സാരമില്ല. അയ്യോ കുട്ടി, ഇത് പെൺകുട്ടിയാണ്. കറക്റ്റ്. അതല്ല, ദേവിക കുട്ടി. ദേവിക്ക് കുട്ടിയില്ല, കല്യാണം കഴിച്ചിട്ടില്ല. എന്തായി പറയുന്നത്? സർവശ്രീ സുരാജ്, Yes. ഞാൻ എവിടുന്ന് വന്നു എന്ന് മനസ്സിലായിരുന്നെങ്കിൽ നിങ്ങൾ ഇത്രയും ബാലിശമായിട്ട് എന്നോട് സംസാരിക്കില്ല. അല്ല, നിങ്ങളെ വരുന്ന വരവ് കണ്ടപ്പോ എനിക്ക് എവിടുന്ന വരുന്നതെന്ന് മനസ്സിലായി. എന്നാ എളുപ്പ കേൾക്കാൻ ഊളംപാറയെന്നല്ലേ? ഊളംപാറയല്ല, ഉരുളുംപാറ. ഉരുളുംപാറ. അതെ, ഞാൻ ഉരുളുംപാറ നിവാസിയാണ്. പേര് ശങ്കർ നാരായണൻ. അപ്പൊ മണപ്പള്ളി മാധവന്റെ ആശ്രിത വത്സലിനെ കാവൽ പട്ടിയാട്ട് എന്ന് ഉണ്ടാക്കുമോ? എന്താ ഈ പട്ടിക്ക് ഇവിടെ കാര്യം? സോറി, ആശ്രിത വത്സലിന് എന്താ കാര്യം? ഈ പുള്ളി ഇത് മൊത്തം തെറ്റിക്കും. അങ്ങനല്ല, ഞാൻ ഉരുളുംപാറ സരസ്വതി വിലാസം ദേവീ ക്ഷേത്രത്തിലെ ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് ആണ്. ഓഹോ, പേര് കേട്ടാ ഒരുപക്ഷെ മനസ്സിലാകും. ബഹുമാനപ്പെട്ട ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് വൺ ആൻഡ് ഓൺലി മിസ്റ്റർ ശങ്കർ നാരായണൻ. ഓക്കെ, എന്തിനാണോ ഇങ്ങോട്ട് കെട്ടിയെടുത്ത്? അപ്പൊ ഞാൻ വന്നതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ, ഈ വരുന്ന 18-ാം തീയതി നമ്മുടെ ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ വാർഷികം. അയ്യോ, എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷേ അതിന് നിങ്ങളുടെ ഒരു പരിപാടി വേണം, അതിനായിട്ട് ഞാൻ വന്നത്. ഇല്ല, അത് നടക്കും തോന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഗസ്റ്റ് ഇതാ ഇവിടെ എത്തിയിരിക്കുകയാണ്. വിനു മോഹൻ എല്ലാവരും ഉണ്ട്. അപ്പൊ പ്രോഗ്രാം ചെയ്യണം. നമുക്കത് പിന്നെ സംസാരിക്കാം. അതിപ്പോ ഷൂട്ട് എന്ന് വെച്ചാൽ അത്ര ആത്മാർത്ഥമായിട്ടാണ് നിങ്ങൾ. ഷൂട്ട് എന്ന് പറഞ്ഞാൽ എന്റെ ചോറാണ്, ഇതാണ് നമ്മുടെ ഇതെല്ലാം. അപ്പൊ എനിക്കത് ആത്മാർത്ഥമുണ്ട്. അപ്പൊ അതിലും വലിയ ആത്മാർത്ഥമായിട്ടാണ് നമ്മുടെ പരിപാടി നടത്താം. നമ്മൾ അമ്പലത്തിൽ ഉത്സവത്തിൽ നിങ്ങൾക്ക് വരാൻ പറ്റില്ല, അത് പറ. നിങ്ങൾ ഇങ്ങനെ വിഷയാക്കണ്ടെന്ന്. കുഴപ്പമില്ല, അമ്പലത്തിന്റെ കാര്യമല്ലേ. ഞാൻ വരാം. അപ്പൊ വരാം. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്നത് എല്ലാവിധ പരിപാടിയും വേണം. എല്ലാവിധ പരിപാടിയും വേണം. എല്ലാ പരിപാടിയും ഉണ്ട്. അപ്പൊ ബൈദബൈ മാത്രമില്ല, ബാക്കി എല്ലാ പരിപാടിയും. അല്ല, അങ്ങനല്ല, ഒരുപാട് കൊച്ചു കൊച്ചു പരിപാടികൾ കോർത്തിണക്കി അതാണ് നമ്മുടെ ഒരു വലിയ പരിപാടി നിങ്ങൾ നടത്തുന്നത് നമ്മൾ അറിഞ്ഞു. അതാണ് മെഗാ ഷോ. മുഗാഷോയാണ് വേണ്ടത്. മുഗാഷോ മതി. മുഗാഷോ മതി. ഇവിടെ മുഗാഷോ അല്ല, പിന്നെ മെഗാ ഷോ. പേരിനകത്തൊന്നും വലിയ കാര്യമില്ല. നിങ്ങൾ അവിടെ വന്നാൽ ആള് കൂടും, അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും. അപ്പോ തെറ്റില്ലാത്തൊരു പരിപാടി നടത്താൻ നിങ്ങൾക്ക് എത്ര രൂപ വേണം? നമ്മൾ നല്ല റിഹേഴ്സലും കഴിഞ്ഞിട്ടിരിക്കലാണ്. ഒരു തെറ്റുമില്ല, നല്ല പരിപാടിയാണ്. അങ്ങനല്ല, ഇന്നത്തെ വെച്ച് പറഞ്ഞാൽ കിടിലമായിട്ടൊരു പരിപാടി നടത്താനായിട്ട് എത്ര വേണം? കിടിലമായിട്ടുള്ള പരിപാടിയാണ് നമുക്ക്. അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ കറ തീർന്ന ഒരു പരിപാടി നടത്താൻ എത്ര രൂപ? നമ്മളെ പരിപാടിക്കൊന്നും ഒരു കറയില്ലാന്ന്. നല്ല പരിപാടിയാണ്. നിനക്ക് അവിടെ പരിപാടി നടത്താൻ പോയില്ല. അതാ അങ്ങനെ മാന്യമായിട്ട് പറയും. 3 ലക്ഷം രൂപ വേണം. 3 ലക്ഷം രൂപ. അപ്പോ 18-ാം തീയതി പരിപാടി, നമ്മൾ പരിപാടി ബുക്ക് ചെയ്യുന്നു. അപ്പോൾ 1 ലക്ഷം രൂപ അഡ്വാൻസ്. ഓ, താങ്ക് യു. എന്ന് വെച്ചേ വേറെ പരിഭവമൊന്നും വിചാരിക്കണ്ട. സംഭവം ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ക്ഷേത്രം അത്ര ഇങ്ങോട്ട് പുരോഗതിയുള്ള ക്ഷേത്രമല്ല. ഇപ്പൊ തന്നെ 10 വർഷം കൂടി നമ്മുടെ കാണിക്കുവാൻ ചെന്ന് പൊട്ടിച്ചു. അയ്യോ, അതിനകത്തൊന്നും കിട്ടിയ തുക കേട്ടാ നിങ്ങൾ ഞെട്ടിപ്പോവും. 250 ഗുണവ. 10 വർഷം കൂടി ഒന്ന് പൊട്ടിച്ചപ്പോ 250 ഗുണവേ കിട്ടിയത്. വേറെ കേസുണ്ട്. അല്ല, ഇത് എവിടെയാണ് ഇരിക്കുന്നത് കാണിക്കപ്പെട്ടി? നമ്മുടെ പിന്നെ കമ്മിറ്റി ഓഫീസിന്റെ തൊട്ട് കീഴിൽ. ഇങ്ങനെ നിങ്ങൾ എന്നെ കൈവിട്ട് വാരി എടുത്ത പിന്നെ 250 രൂപയല്ലേ കാണൂ? ഇതെന്തോ പറയുന്നത്? ഞാൻ മാന്യനായിട്ട് കമ്മിറ്റി പ്രസിഡന്റ്. ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. വേറെ കേസുണ്ട്. നമുക്കൊരു കോടിക്കണക്കിന് രൂപയുടെ നേർച്ച വരാനുണ്ട്. ആണോ? ഇങ്ങനെ കോടിക്കണക്കിന് രൂപ വരാനുണ്ടെങ്കിൽ പിന്നെ അതല്ലേ ഏറ്റവും നല്ലത്. ഇതെന്താ നമ്മളെയൊക്കെ വിളിക്കുന്നത്? ഇതെന്താ പറഞ്ഞോണ്ട് ഈ പറയുന്നത്? പിന്നെ കോടിക്കണക്കിന് ഉള്ള ഈ കോടിക്കണക്കിന് വന്ന നേർച്ച എന്ന് പറഞ്ഞാലേ, ഈ നേർച്ച കേട്ട ഭഗവാനും ഈ നേർച്ച നേർന്ന ഭക്തജനങ്ങൾക്കും വല്ല അറിയൂ എത്ര രൂപ നേർച്ച ഉണ്ടെന്ന്. ഇതിന്റെ വല്ല രസീത് കുറ്റി നമ്മുടെ ഇരിക്കുവാന്നോ? ആളെ കുത്തിരി പിടിച്ച് പുല്ലന്റെ എന്നൊക്കെ അപ്പോഴാ മേടിക്കും ഞാൻ. അപ്പൊ നിങ്ങൾ പരിപാടി നിങ്ങൾ വരണം, കൃത്യമായിട്ട് നടത്തണം. അപ്പൊ നമ്മൾ പൈസ തരും. അല്ല, തീർച്ചയായിട്ടും വരാം. എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ ഇപ്പൊ ഞാൻ വരുന്നതിനേക്കാൾ, കാരണം എനിക്കിവിടെ പ്രോഗ്രാം ഒക്കെ അവതരിപ്പിക്കേണ്ടതുള്ളത് കൊണ്ട് ഞാൻ പകരം നല്ലൊരാളെ കണക്ട് ചെയ്ത് തരാം. ഉണ്ടോ? ഇതിന് അതായത് ക്ഷേത്രത്തിലെ എല്ലാ പരിപാടിക്കും ഒരു കിടിലൊരാളുണ്ട്. ഉണ്ട്. പറമ്പിൽ പങ്കജാഷൻ. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി, ആള് വന്ന എല്ലാം ഓക്കെ. അല്ല, ആള് കൂടുവോ അവിടെ? അതാ നമുക്കറിയേണ്ടത്. ഉറപ്പായിട്ട് ആള് കൂടിയിരിക്കും. അപ്പൊ എന്തോ പേര്? പറമ്പിൽ പങ്കജാഷൻ. അപ്പൊ ഓക്കെ ഓക്കെ ഓക്കെ, ശരി സാർ. ഓക്കെ, താങ്ക് യു. അങ്ങനെ 1 ലക്ഷം രൂപ ഓസിന് കിട്ടി. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ഇതെങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ഈ കമ്മറ്റിക്കാർ ഒരു മണ്ടന്മാരാന്ന് വിചാരിച്ചേ. ഇല്ലല്ലോ, ഞാൻ വരാൻ പറ്റത്തില്ല. ഞാൻ പറമ്പിൽ പോക്കോളാം. ഓക്കെ, പറമ്പിൽ.
ഇങ്ങോട്ട് വന്നേ. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്റെ കഴുത്തെ കിടക്കുന്ന ഈ മാല കണ്ടുകൊണ്ട് നിങ്ങൾ ഇവിടെ കിടന്ന് പാട്ടുപാടി വട്ടം കറങ്ങിയാലുണ്ടല്ലോ. നീ എന്നെ വർത്താനം പറഞ്ഞ ഞങ്ങൾ നിന്റെ മാല കണ്ടിട്ട് വട്ടം കറങ്ങിയതല്ലത്. പിന്നെ മണി 9:30 മണിയായില്ലേ? ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ട് തലകൾ തമ്മിൽ കറങ്ങിയതാന്ന്. അല്ല ഞങ്ങൾ അതുകൊണ്ട് നിന്റെ മാലയായിട്ട് നീ കൂട്ടിക്കുഴച്ച് വർത്തനം പറയാനുള്ള കാര്യം എന്താ? എന്താന്നോ, നിങ്ങൾ പാട്ടുപാടി ഇവിടെ മൂക്കൂത്തി വീണാലേ ഇത് പണയം വെച്ചിട്ട് വേണം നിങ്ങളുടെ ആശുപത്രി ബില്ലടക്കാൻ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് പാട്ടും കൂത്തൊന്നും വേണ്ടാന്ന്. അതിപ്പോ പറഞ്ഞാ പറ്റില്ല. നേരത്തെ ആലിട്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ എന്നേ രക്ഷപ്പെട്ടേനെ എന്ന് പറഞ്ഞ എടി ഞാൻ നിന്നെ താലി കെട്ടാൻ വേണ്ടി വെള്ളയൊക്കെ ഇട്ട് കയ്യേൽ ഇങ്ങനെ മോതിരമൊക്കെ ഇട്ട് ഒരു ചേർച്ചയില്ലാതെ ഒന്ന് കല്യാണം കഴിക്കാൻ വന്നില്ലേ? അപ്പൊ പറയണായിരുന്നു അത്. അങ്ങനെയാണ് ഞാൻ രക്ഷപ്പെടൂലായിരുന്നു. എന്റെ പൊന്നു മനുഷ്യ, നിങ്ങൾ ഇങ്ങനെ വാ കീറി പാട്ട് പാടിക്കൊണ്ടിരുന്ന വയറ് നിറത്തൊന്നുമില്ല. അതിനെ വയറ്റിനകത്തോട്ട് എന്തെങ്കിലും ഇറക്കി വെക്കണം. നീ എന്നാ ഒരു കാര്യം, ഈ മാല അങ്ങ് പണയം വെച്ചിട്ട് ഒരു ലോഡ് മിറ്റിൽ കൊണ്ടു നിന്റെ വയറ്റിനകത്തൊക്കെ അങ്ങ് ഇറക്കി വെക്കെ. അതാകുമ്പോ ദഹിക്കൂല, ജീവിതകാലത്ത് വിശക്കൂല. എന്തായാലും ഇനി വിശപ്പ് സഹിച്ച് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ ഞാനില്ല. നീ എന്നെ വർത്താനാ പറയണം. നീ കുറച്ചു മുമ്പ് അടുക്കളയിൽ നിന്ന് 5 മിനിറ്റ് മുമ്പ് ഓണത്തിന്റെ അന്ന് ഇഡ്ഡലി മത്സരത്തിന് തീറ്റ തിന്നാൽ ഇങ്ങനെ തിന്നണമായിട്ട് നീ. പൊന്നു ദൈവമേ, അത് 15 ദോശയും 4 നേന്ത്രപ്പഴം, അതും 15 മിനിറ്റിന് മുമ്പ്. ദൈവം എല്ലാ പെണ്ണുങ്ങൾക്കും സഹിക്കാനുള്ള കഴിവാ കൊടുത്ത, ഇവക്ക് തന്നെ ദഹിക്കാനുള്ള കഴിവാ കൊടുത്തെന്ന് എനിക്ക് തോന്നുന്നു. എന്റെ പൊന്ന് ചേട്ടാ, ഞാൻ ദോശയല്ലേ തിന്നത്, അല്ലാതെ ദോശക്കല്ലൊന്നും അല്ലല്ലോ. നീ ഒരു കാര്യം, ഇതിലും നല്ല ചുട്ടുപഴുത്തത് ദോശക്കല്ലെടുത്ത് അങ്ങ് വിഴുങ്ങ്. എന്തിന്? അന്നേരം വിശക്കുമ്പോ ഓരോ തവി മാവ് കോരി ഇങ്ങനെ വായിലിട്ട് ഇങ്ങനെ കറങ്ങിയാൽ മതിയില്ല. നിങ്ങൾ അങ്ങനെ വലിയ വർത്തമാനൊന്നും പറഞ്ഞു പോവരുതേ. കല്യാണത്തിന് മുമ്പ് എന്റെ നല്ല പ്രായത്തിലെ ആണുങ്ങൾ എന്റെ പുറകെ ക്യൂ ആയിരുന്നു. എടി നിന്റെ നല്ല പ്രായത്തിലല്ലേ? എന്റെ ഈ പ്രായത്തിൽ എന്റെ പുറകെ എത്ര പേരെ ക്യൂ നിൽക്കണം നിനക്കറിയാവോ? എന്ത് ക്യൂ? ഞാൻ ബീവറേജിലേക്ക് എന്റെ പുറകെ എത്ര ക്യൂ കിടക്കണം. ആ ക്യൂ അല്ലേ? കല്യാണത്തിന് മുമ്പ് എനിക്ക് എന്ത് നല്ല ആലോചനയൊക്കെ വന്നതാന്നറിയോ? എനിക്ക് കല്യാണത്തിന് ശേഷമാണ് ആലോചന വന്നത്. എന്താ ആലോചന? നിന്നെ കൊണ്ട് തോട്ടിൽ ഒഴുക്കണമെന്നുള്ള ആലോചന. നിങ്ങളെ അപ്പുറത്തെ വീട്ടിലെ ദിവാകരേട്ടനെ കണ്ടു പഠിക്കണം. ആനടി ദിവാകരൻ സാറാണോടി? സാറൊന്നും അല്ല. എന്ത് മാന്യമായിട്ടാണെന്നറിയോ അയാൾ കുടുംബം നോക്കുന്നത്? കള്ളു കുടിക്കത്തില്ല, മറ്റു പെണ്ണുങ്ങളെ നോക്കത്തില്ല, വെള്ളം അടിക്കത്തില്ല. അയാളെ ഒരു മിടുക്കനാ, മിടുക്കൻ. ഈ മിടുക്കൻ എത്ര പിള്ളേരുണ്ട്? 1. നമുക്കോ? 4. അപ്പൊ ഞാനാണോ മിടുക്കൻ, അവനാണോ മിടുക്കൻ? നിങ്ങൾ വാചകമൊന്നും അടിക്കണ്ട, ഞാൻ പോവാ. പോലെ എടി നീ ഒരു കാര്യം, എനിക്ക് വിശന്നിട്ട് പാടില്ല. നീ ഇവിടെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ? വെച്ചു. എന്താടി വെച്ചേ? ഇന്ന് ഇവിടെ ഒന്നും ഉണ്ടാക്കണ്ടെന്ന് വെച്ചു. അതെന്നാ പോക്കാ നീ പോണേ? ഇതങ്ങോട്ട് അകത്ത് വെക്കടി എന്തായാലും. അതെന്നാ പോക്ക എടി. നീ കുറെ നാളായിട്ട് എന്നോട് ഇങ്ങനെ ഇടച്ചിട്ട് തുടങ്ങിയിട്ട് കുറെ നാളായിട്ടോ. എനിക്കിതെല്ലാം മനസ്സിലാവുന്നുണ്ട്. നിനക്ക് വേറെ ലൈൻ സെറ്റപ്പ് ഒത്തു വന്നതുകൊണ്ടല്ലേ നീ ഭർത്താവായി എന്നോട് ഇങ്ങനെ മെനകൃതികൾ കാണിച്ചുകൊണ്ടിരിക്കണേ. എനിക്കറിയാം ഞാൻ ഇതെന്തെങ്കിലും പൊക്കും. അന്ന് ഞാൻ നിന്നെ വെച്ചേക്കില്ല. അല്ല നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ നിങ്ങൾ സംശയം അതുകൊണ്ടാന്ന് പറഞ്ഞത്. എൻ്റെ ഭാര്യ സരസ്വതിനെ എനിക്ക് സംശയമായിട്ടല്ല, പക്ഷേ ഉണ്ടല്ലോ എന്നെങ്കിലും ഞാനിത് പൊക്കിയിരിക്കും. കാരുടെ കാലയിൽ മാത്രം എൻ്റെ പെരക്കകത്തേക്ക് നോക്കിയത് ആരാ? എന്നെ അയ്യോ, ഞാൻ സരസ്വതി. മറ്റവനെ നിന്നെ ഞാൻ തേടി പിടിക്കാൻ നടക്കണം. കണ്ടോ, ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? എന്റെ ഭാര്യ സരസ്വതിനെ കാണാൻ വന്ന എന്റെ ജാരനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, അത് ഇവനാ. അയ്യോ, ഞാൻ സരസ്വതിയെ കാണാൻ വന്നതല്ല. എന്റെ പെണ്ണുമ്പോൾ അങ്ങോട്ട് വരാതിരുന്നപ്പോ നീ ഇങ്ങോട്ട് അന്വേഷിച്ചു വന്നല്ലടാ. നിന്നോട് ഇനി ഞാൻ നാക്കം കൊണ്ട് വർത്താനം പറയില്ല, ആയുധം വെച്ച് വർത്താനം പറയണം. എങ്ങോട്ട് പോകുമെന്ന് അറിഞ്ഞൂടല്ലേ, വഴിയൊന്നുമില്ല. അണ പെട്ടരുത്. ഒരു കാര്യം ഞാൻ പറയട്ടെ. നെല്ല്, ഞാൻ ഉരുളുംപാറ സരസ്വതി ദേവീക്ഷേത്രത്തിലെ കമ്മിറ്റി പ്രസിഡന്റ്, ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ്. ഉരുളുംപാറ ദേവീക്ഷേത്രത്തിലെ ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ്. എന്റെ പൊന്നു ചേട്ടാ, ഇനി മേലിൽ ഞാൻ ആ ഭാഗത്തേക്ക് പരിപാടിയായിട്ട് വരില്ല. നാട്ടുകാരൻ മുന്നിൽ വെച്ച് എന്നെ നാറ്റിക്കരുത് പ്ലീസ്. ഇയാൾ കൈ നിട്ടു. ഇല്ല, ഞാൻ വിടില്ല. ഇയാൾ എന്താ പറഞ്ഞിട്ട് പറയുന്നേ? ഇയാൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് ഇയാളുടെ അഡ്രസ് തന്നതേ പ്രശസ്ത സിനിമാ താരം സുരാജ് വെഞ്ഞാറമൂഴ. ഈ ചെറുക്കനെ കൊണ്ട് വലിയ ശല്യമായില്ലോ. ഫോൺ നമ്പറും അഡ്രസ്സും കൊടുത്ത് വീട്ടിലേക്ക് വിട്ടേക്കോ ശത്രുക്കളെ. ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഈ ചെറുക്കനോട് എന്ത് പരാതി ചെയ്തു? അല്ല, ഈ സുരാജ് വെഞ്ഞാറമൂഴ നേരത്തെ അറിയാവോ? ഇവൻ നിക്കറിട്ടോണ്ട് നടക്കുന്ന സമയത്ത്, കൂടുതൽ സമയം നിക്കറിടാറില്ല, നിക്കറിട്ടോണ്ട് നടക്കുന്ന സമയത്ത് വരെ ഈ ചെറുക്കൻ എനിക്ക് പരിചയമുണ്ട്. ഇവൻ എന്നാ ഈ സുരാജായത്? സത്യത്തിൽ ഇവൻ നേരത്തെ ഇവന്റെ പേരെന്നാന്നറിയും, ചെമ്പം മൂട് സുര. ഈ മെനകെട്ട ചെറുക്കൻ എവിടെ മിമിക്രി കളിക്കാൻ ചെന്നാലും അവിടെ പരിപാടി പൊളിയും. ഒരു ദിവസം എന്റെ വീടിന്റെ അടുത്ത് പരിപാടി കളിക്കാൻ വന്നിട്ട് ആ പരിപാടി പൊളിഞ്ഞ് അവിടെ നിന്ന് ഒരു ഒറ്റ ഓട്ട കൂടിയിട്ടാണ് 3 ആനേനെ മറിച്ചിട്ടിട്ടാണ് സുരാജ് വെഞ്ഞാറമൂട്ടിൽ വന്ന് താമസമായത്. അങ്ങനെയാണ് ആ ചെറുക്കൻ സുരാജ് വെഞ്ഞാറമൂടായത്. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് എന്തുകൊണ്ട് സുരാജ് വെഞ്ഞാറമൂടിന് ഇത്ര വൈരാഗ്യം? വൈരാഗ്യമുണ്ട്, എനിക്ക് വൈരാഗ്യമുണ്ട്. നിങ്ങൾക്ക് അറിയാമോ, എന്റെ അളിയൻ മരിക്കാൻ കാരണം ഈ സുരാജ് വെഞ്ഞാറമൂടാ. സുരാജ് വെഞ്ഞാറമൂട് നിങ്ങൾ അളിയൻ മരിക്കാൻ കാരണം? അതായത് ഈ പുള്ളി സിനിമയിലൊക്കെ അഭിനയിച്ചു പച്ച പിടിച്ച് അവാർഡൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോ ഈ പുള്ളി TV-യിൽ ഒരു ഡയലോഗ്, എനിക്ക് ഈ അവാർഡ് കിട്ടിയതിന്റെ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ആദ്യത്തെ കൊച്ചുണ്ടായപ്പോ ആദ്യത്തെ അവാർഡ് കിട്ടി, രണ്ടാമത്തെ കൊച്ചുണ്ടായപ്പോ രണ്ടാമത്തെ അവാർഡ് കിട്ടി, മൂന്നാമത്തെ കൊച്ചുണ്ടായപ്പോ എനിക്ക് ദേശീയ അവാർഡ് കിട്ടി. അത് കിട്ടി.
ഇത് കേട്ട എന്റെ കവളൊട്ടി എന്റെ അളിയൻ എച്ച്.ഡി. ബൂത്തിൽ കിടന്ന പെണ്ണിനെ കല്യാണം കഴിഞ്ഞു. ആദ്യത്തെ കൊച്ചങ്ങ് പ്രസവിച്ചപ്പോ തന്നെ അമ്പലപ്പറമ്പിലിട്ട് ആന കുത്തി അളിയനെ. രണ്ടാമത്തെ കൊച്ചുണ്ടായി കഴിഞ്ഞപ്പോൾ പുള്ളിനെ ഓട്ട കുത്തി കാനയിലിട്ടു. ആണോ? മൂന്നാമത്തെ കൊച്ചിനെ പ്രസവിച്ചു എന്ന് പറഞ്ഞപ്പോഴേ അവാർഡ് കിട്ടി കാണും. അവാർഡ് കിട്ടിയല്ല, വലിയൊരു കൂഴച്ചക്ക വന്ന് തലേക്കട ചാടി കാല് മാത്രം പുറത്തേക്ക് കാണും. നാട്ടുകാരൊക്കെ പറഞ്ഞ് അനുഗ്രഹത്തിൽ നിന്ന് വന്ന കിൻഡർ ജോയി ആണെന്ന് പറഞ്ഞ് തല്ലി അങ്ങ് കൊന്നു. പക്ഷെ നിങ്ങൾ വേറെ കാര്യം മനസ്സിലാക്കണം. ഒരു കാര്യം പറഞ്ഞ എനിക്ക് ആ വൃത്തികെട്ടവന്റെ മുഖം കാണുന്നവനെ എനിക്ക് തിരിച്ചു. അയ്യേ ഇത് ഞാൻ പറയുന്നത് കേക്ക്. ഒന്നും പറയണ്ട. അരെ നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കുന്നത്, നിങ്ങൾ നല്ലൊരു ഇരുത്തം വന്ന കലാകാരനാണെന്നും നല്ല കലാകാരനാണെന്നും നിങ്ങളുടെ പരിപാടി ബുക്ക് ചെയ്യണമെന്നും പറഞ്ഞ് നിങ്ങളുടെ അഡ്രസ് തന്ന ആരാന്നറിയാമോ? നിങ്ങൾ ഈ കുറ്റം പറഞ്ഞ സുരാജ് വെഞ്ഞാറമൂട്. നിങ്ങൾ നല്ലൊരു കലാകാരനാണെന്നും ഇരുത്തം വന്ന കലാകാരനാണെന്നും പറഞ്ഞ് നിങ്ങളുടെ അഡ്രസ് തന്ന പ്രശസ്ത സിനിമാരൻ സുരാജ് വെഞ്ഞാറമൂടാ. ആ മനുഷ്യൻ നിങ്ങൾ കുറ്റം പറഞ്ഞു. ആണോ? ഈ ചെറുക്കനെ നേരത്തെ പണ്ട് ചെറിയ കുസൃതികളും വികൃതിത്തരങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പൊ അവൻ ദൈവ ഭയഭക്തിയുള്ള ഒരു ചെറുപ്പക്കാരനാണ് സുരാജ്. പിന്നെ അവന് ദേശീയവാർഡ് കിട്ടാതിരിക്കുമോ? അല്ല, അപ്പൊ സുരാജ് കാരണം കൂടെ അളിയൻ മരിച്ചെന്ന് പറഞ്ഞു. അവന് പ്രാന്ത്. ആർക്ക്? ഈ ചെറുക്കൻ ചത്തില്ലായിരുന്നെങ്കിൽ എന്റെ അളിയനെ കൊല്ലാൻ വേണ്ടി ഞാൻ ഇരിക്കുമായിരുന്നു. അല്ല, സുരാജിനെ കുറ്റം പറഞ്ഞ കാര്യം, ഒരു കലാകാരനല്ലേ? പിന്നെ അല്ലാതെ അങ്ങനെ വരുമോ? അപ്പൊ ഞാൻ വന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ സരസ്വതി ദേവി ക്ഷേത്രത്തിൽ നിന്ന് വരുവാ, ഉരുളുംപാറ. അപ്പൊ നമ്മുടെ 18-ാം തീയതി നമ്മുടെ പുനഃപ്രതിഷ്ഠാ വാർഷികം. അപ്പൊ പരിപാടികൾ ബുക്ക് ചെയ്യാനായിട്ട് ഞാൻ വന്നത്. ആണോ? എന്ത് പരിപാടി വേണം നിങ്ങൾ പറഞ്ഞാൽ മതി. അത് ഞാനൊരു ചിന്താശാനാണ്. എന്റെ മക്കളെല്ലാവരും ഞാൻ ചിന്തയിലൂടെ വളർത്തി വലുതാക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇവര് വലുതായി കഴിഞ്ഞപ്പോഴേ എന്റെ ചിന്താഗതികളെ തകർത്ത് കളഞ്ഞു. വേറെ റൂട്ടായി പോയി. ഒരുത്തൻ നാടകം നടൻ, ഒരുത്തൻ ഖാദികൻ, ഒരുത്തൻ ബാലേന്ദ്രനായി പോയി. അങ്ങനെ ആയി പോയി. പക്ഷെ ഞങ്ങൾ ചില സ്വരച്ചേർച്ചയിലാണ്. എങ്കിലും നമ്മുടെ വീട്ടിൽ വന്ന ഒരു പരിപാടിയല്ലേ, അതുകൊണ്ട് ഞാൻ അങ്ങ് സഹകരിക്കുക. അപ്പൊ നമുക്ക് 1-ാം ദിവസം നമുക്ക് ഏത് പരിപാടി വെക്കാം? 1-ാം ദിവസം നമുക്ക് നമ്മുടെ ചിന്തുപാട്ടം നടത്തിയാലോ? എന്ത് പാട്ട്? നമ്മുടെ ചിന്തുപാട്ട് ഇങ്ങനെ ചിന്ത അവിടെ നിക്കട്ടെ, ഞാൻ ഇവിടെ നിക്കല്ലേ. ചിന്ത അവിടെ നിക്കട്ടെ. വേറെ നമുക്ക് എന്ത് പരിപാടി വെക്കാം? വേറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു കഴിച്ചാലോ, നമുക്ക് നാടകം വെച്ചാലോ? നാടകം. അപ്പൊ അങ്ങനെ ഒരു കാര്യം ചെയ്യാം, നമുക്ക് 1-ാം ദിവസം നാടകം ഫിക്സ് ചെയ്യാം. 1-ാം ദിവസം നാടകം, 2-ാം ദിവസം ചിന്ത. ചിന്ത അവിടെ നിക്കട്ടെ, ഞാൻ ഇവിടെ നിക്കല്ലേ. അപ്പൊ 1-ാം ദിവസം നമ്മൾ നാടകം ഫിക്സ് ചെയ്യുന്നു. പഴുത്ത ഷർട്ടൊക്കെ ഇട്ടോ നിന്നെ കിളി കൊത്തി തിന്നു കളയൂട്ടോ. അച്ഛാ ഇങ്ങോട്ട് വാ. എന്താണ് ആ കൈ അങ്ങോട്ട് നീട്ടിക്ക്. എന്തിനാടാ കൈ അങ്ങോട്ട് നീട്ട്. ചൂരിൽ വെച്ച് കൈക്കട്ടടിക്കാനാണോ? അടിക്കാനൊന്നും അച്ഛൻ കൈ അങ്ങോട്ട് നീട്ടിയേ. വന്നേ കൈ അങ്ങോട്ട് നീട്ടിക്കൊടു. വിരൽ പിടിച്ച് ഓടിക്കരുത്. ഇല്ല, ഒരു സെക്കൻഡ് ഹാൻഡ് സ്കൂട്ടർ അച്ഛന് വാങ്ങിച്ചു, അതിന്റെ താക്കോല്. എന്തൊക്കെ പറഞ്ഞാലുള്ളൂ, എന്റെ മോന് സ്നേഹമുള്ള ഏക മോനുണ്ടെങ്കിൽ ഇവനുള്ളൂ. സ്നേഹം കൊണ്ടൊന്നുമല്ല, ഈ മനുഷ്യൻ 70 വയസ്സായെന്ന് പറഞ്ഞ് ജോലിക്ക് പോകുന്ന വീട്ടിൽ കയറി ഇരിക്കുകയാന്നേ. കാലിന് വേദന. സ്കൂട്ടർ വാങ്ങിച്ച് തന്നിട്ടുണ്ട്, മര്യാദയ്ക്ക് നാളെ മുതൽ ജോലിക്ക് വെക്കണം പറഞ്ഞല്ലോ. പിന്നെ ബാബു മേശ്ശേരിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നൈറ്റ് പണി ഉണ്ടെങ്കിൽ അച്ഛനെ നിർത്തിക്കോ, രാത്രി വണ്ടി വരാൻ സ്കൂട്ടർ ഉണ്ടല്ലോ. മഹാഭാവി, ഈ വയസ്സാം കാലത്ത് എന്നെ വിടണേക്ക് വരെ നിനക്കങ്ങ് പോകാൻ പാടില്ലടാ. എനിക്കോ? ഞാൻ ആർട്ടിസ്റ്റ് അല്ലേ, എനിക്ക് വിയർപ്പിന്റെ അസുഖമുണ്ട്. ആഹാ, നാടകക്കാരല്ലേ, അപ്പൊ വിയർപ്പിന്റെ അസുഖം ഉണ്ടാവും. പിന്നെ അച്ഛൻ ഒരു കാര്യം പറഞ്ഞു, സംസ്ഥാന നാടക അവാർഡ് പ്രഖ്യാപിച്ചു. അയ്യോ, സംസ്ഥാന നാടക അവാർഡ് പ്രഖ്യാപിച്ചു. ആർക്ക് കിട്ടിയെന്ന് അങ്ങോട്ട് ചോദിച്ചേ. ഇവൻ എന്തായാലും കിട്ടൂല എന്ന് എനിക്ക് നല്ല ഉറപ്പാ. 25,000 രൂപയും ഫലകവും. ഒന്ന് ഇങ്ങോട്ട് മാറി, ഇത്തിരി പണിയുണ്ട്. കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. ഓക്കെ, ആയിക്കോട്ടെ. എനിക്കല്ല കേട്ടോ. അയ്യോ, അപ്പൊ നിങ്ങൾക്ക് എന്താ കിട്ടി? ഒരു മുറി തേങ്ങയും ഒരു കഷ്ണം പൂട്ടും. ഇവനതൊക്കെ കിട്ടുള്ളൂ. എനിക്കും ഫലകം കിട്ടിയിട്ടുണ്ട്. ആ പലകയില് ചെരവയുടെ നാക്ക് ആണി വെച്ച് അടിച്ചിട്ട് അതിനകത്താണ് ഇപ്പൊ തേങ്ങ ചിരണ്ടിക്കൊണ്ടിരിക്കുന്നത്. കുറുക്കാന്ന്. അച്ഛനെ കളിയാക്കരുത് കേട്ടോ. ഇങ്ങോട്ട് നോക്കേ, ഞാൻ ലോകം കണ്ടൊരു കലാകാരനാണ്. അത് കറക്റ്റ്. ലോകം കണ്ടൊരു കലാകാരനെ ഇങ്ങനെ പരസ്യമായിട്ട് കളിയാക്കരുത്. പിന്നെ മോഹൻലാലിന്റെ സിനിമ കണ്ടവന്മാരെല്ലാരും അങ്ങ് വലിയ കലാകാരന്മാരാവുമല്ലേ? അച്ഛാ, ആകാശത്തിലെ പറവൽ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അവ കളപ്പുറം നിരക്കുന്നുമില്ല. അവർ നിന്നെ പോലെ വന്ന് അടുക്കളയില് കഞ്ഞിക്കലത്തിനകത്ത് കൈയിട്ട് വാരുന്നുമില്ല. ഇതിപ്പോ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ ഞാൻ നാടകം ബുക്ക് ചെയ്യും? എന്റെ സാറെ കൺഫ്യൂഷൻ വേണ്ട, ഞാൻ നാടകം വെക്കൂ. അല്ല, ശരിയാവത്തില്ല. ഇതിപ്പോ കേട്ട സ്ഥിതിക്ക് ഇതിപ്പോ നാടകം ശരിയാവത്തില്ല. സാർ നാടകം വെക്കൂ, ഞാൻ തൂങ്ങിച്ചാവും. നീ ഒന്നേ, അതെ, ഞാൻ നാടകം ബുക്ക് ചെയ്തില്ലേ, പുള്ളി തൂങ്ങിച്ചാവുന്ന പറയുന്നത്. വിശ്വസിക്കരുത്. നിങ്ങൾ നാടൻ പാട്ട് വെക്കുക, അല്ലല്ലോ ചിന്തുപാട്ട് വെക്കണം. ചിന്തൊന്നും ശരിയാവത്തില്ല. അതെ, വേറെ പ്രശ്നമൊന്നുമില്ല. നിങ്ങളുടെ നാടകം ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നു. ബുക്ക് ചെയ്തോ? താങ്ക് യു. അപ്പൊ എന്താ നാടകത്തിന്റെ പേര്? ഞാൻ തൂങ്ങിച്ചാവും. അപ്പൊ നാടകത്തിന്റെ പേരായിരുന്നു? നാടകത്തിന്റെ പേരല്ലായിരുന്നു. നിങ്ങൾക്ക് എന്നോട് ഒരു വാക്ക് പറഞ്ഞുകൂടായിരുന്നു? ഞാൻ മലയാളത്തിലട പൊട്ടക്കണ്ട പറഞ്ഞ, ഞാൻ ഉറുദുവിൽ പറയാൻ എനിക്ക് അറിയാൻ പാടാത്തോണ്ട്. ഓക്കെ, ചിന്തുപാട്ട് ആലോചിച്ചിട്ട് വെച്ചാൽ മതി. എന്റെ കാശ് വെറുതെ പോയതാണോ ഈ നാടകത്തിന്റെ? അപ്പൊ നമ്മൾ 1-ാം ദിവസം നാടകം ഫിക്സ് ചെയ്തു. അപ്പൊ ഇനി 2-ാം ദിവസം ചിന്തുപാട്ടം ഫിക്സ് ചെയ്യാം. ചിന്തുപാട്ട് അവിടെ നിക്കട്ടെ, ഞാൻ ഇവിടെ നിക്കല്ലേ. കുഴപ്പമില്ല. അപ്പൊ 1-ാം ദിവസം നമ്മൾ നാടകം, അല്ല ഇനി 2-ാം ദിവസം നമ്മൾ എന്തോ ചെയ്യും? നമുക്കൊരു കാര്യം ചെയ്താലോ, കഥാപ്രസംഗം വെച്ചാലോ?
നിങ്ങൾ കഥാപ്രസംഗം പറയൂ. അയ്യോ ഞാൻ കഥാപ്രസംഗം പറയാം. എന്റെ രണ്ടാമത്തെ മോൻ ഒരു ചീവീടിന്റെ സൗണ്ടുള്ള കഥാപ്രസംഗം പറയും. അതേ വരുന്നു. പച്ചപരിച്ചൊരു പുൽപ്പാടം പച്ചക്കതിർമണി കൊത്താനായി ഉച്ചക്കെത്തിയ തത്തമ്മേ പച്ചക്കുതിരയെ കണ്ടോ നീ. പച്ചവിരിച്ചൊരു പുൽപ്പാടം പച്ചക്കതിർമണി കൊത്താനായി ഉച്ചക്കെത്തിയ തത്തമ്മേ പച്ചക്കുതിരയെ കണ്ടോ നീ. അടിപൊളി. പച്ചവിരിച്ചൊരു പുൽപ്പാടം പച്ചക്കതിർമണി കൊത്താനായി ഉച്ചക്കെത്തിയ തത്തമ്മേ പച്ചക്കുതിരയെ കണ്ടോ നീ. അടിപൊളി. നീ ഇങ്ങനെ അടിപൊളി 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 എന്ന് പറഞ്ഞാൽ ഈ പ്രാന്തനൊട്ട് നിർത്തുമില്ല. പക്ഷെ അതല്ല, ഞാൻ പാട്ട് കേട്ടപ്പോ എനിക്ക് ആവേശം കൊണ്ടുപോയതാ. ആവേശം കൊള്ളാൻ കഥാപ്രസംഗം അല്ലാണ്ട് ഷക്കീലയുടെ പടമൊന്നുമല്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എടാ 3:45 കഴിഞ്ഞാൽ ഇവിടുന്ന് വണ്ടിയില്ല. ഈ വണ്ടി ഇവിടുന്ന് പോയതിന് ശേഷം വണ്ടി പോയില്ലോ എന്ന് പറഞ്ഞ് എന്റെ വീട്ടിൽ കിടന്നിട്ട് രാത്രി എന്റെ പെണ്ണുമ്പോൾ ഉറങ്ങുമ്പോൾ പെരുവിരൽ വെച്ച് തോണ്ടാനാണ് നിന്റെ പരിപാടി. എനിക്ക് പെരുവരല നീളം പോലും ഇല്ല. നീ തോണ്ടിയല്ലടാ നിന്റെ പെരുവിരലിന് നീള് പോയത്. ഇതൊരു കഷ്ടം. അതെ, അപ്പൊ ഏതൊക്കെ രീതിയിലുള്ള കഥയാണ് നിങ്ങൾ കഥ ഈ വർഷം ധാരാളം കഥയുണ്ട്. പുരാണമുണ്ട്, ചരിത്രമുണ്ട്, സാമൂഹ്യമുണ്ട്, സയൻസ് ഉണ്ട്, ഡ്രില്ലുണ്ട്. അയ്യോ, കഥാപ്രസംഗത്തിനകത്ത് സയൻസ് ഒക്കെ വരുമോ? പിന്നല്ലേ ഈ പരിപാടി അങ്ങ് പൊളിഞ്ഞു കഴിയുമ്പോ ഈ നാട്ടുകാർ ഈ പച്ചത്തവളനെ കീറുന്ന പോലെ ഇവനെ റബ്ബർ ബാൻഡ് പോലെ അങ്ങനെ വലിച്ചു നിർത്തിച്ച് അങ്ങ് കീറും. വേദന സഹിക്കാൻ വരുമ്പോ ഇവന് ഇറങ്ങി ഓടും. അത് ഡ്രില്ല്. എന്തായാലും കൊള്ളാം. കഥാപുസ്തകത്തിനകത്ത് സയൻസും ഡ്രില്ലും ഇന്നേ വരെ എനിക്ക് അങ്ങനെ അതല്ലേ. എന്റെ കഥ നടക്കുന്ന ഇവിടെയെങ്കിലും അല്ലട്ടോ. കേരളത്തിനങ്ങ് വടക്ക് കിഴക്ക് തെക്ക് പടിഞ്ഞാറ്. പൊട്ട അവിടെ എവിടെയൊക്കെ കഥ നടത്തി കഴിഞ്ഞാൽ ഈ പുള്ളി അമ്പലത്തിലെ പൈസ തരുമോ നിനക്ക്? അത് ഞാൻ തരത്തില്ല. എന്റെ ക്ഷേത്രത്തിൽ നടത്തി അപ്പോഴേ പൈസ എന്റെ പൊന്ന് പ്രസിഡന്റ് സാങ്കല്പികമായിട്ട് ഇത് പറഞ്ഞതാണ്. ആ ഗ്രാമത്തിലേക്ക് ഒരു യാത്ര, അതാണ് എന്റെ കഥയുടെ ആരംഭം. അയ്യോ ഞാൻ യാത്ര വരുന്നില്ല കേട്ടോ. എന്തൊക്കെ സാങ്കല്പികമാണെന്ന്. വണ്ടി കയറിയാൻ ഛർദ്ദിക്കും. അതുകൊണ്ടാണ്. ഇതല്ല, വണ്ടിയിലൊന്നും കയറേണ്ട ആവശ്യമില്ല. ഒരു സാങ്കല്പിക ഭാവനയുടെ ചിറകിലേക്ക് നമ്മൾ ആ ഗ്രാമത്തിലേക്ക് യാത്ര ചെയ്യുന്നു. ആ യാത്രയെ കുറിച്ച് പറഞ്ഞാൽ ആ യാത്രയിൽ പങ്കെടുക്കുന്നത് ഞാൻ ഒറ്റക്കമില്ല. എന്നെ കേൾക്കുന്ന പ്രേക്ഷകരുണ്ട്, ഇവരുണ്ട്, എല്ലാവരും ഉണ്ട്. നമ്മൾ ഒരുമിച്ചുള്ള യാത്ര, ഒരു അടിപൊളി സന്തോഷകരമായ യാത്ര. ഒരുമിച്ചു നമുക്കൊരു സവാരി പോകാം, ഒരുപാട് നാളുകൾക്കപ്പുറത്തേക്ക്. ഒരു പൈസ ചിലവില്ല, ഒരു കുഴപ്പവും മണയില്ല, കേവലം ഒരു ഭാവന തനിച്ചിറക്കുമതി. പ്രശാന്ത നമുക്കൊരു സവാരി പോകാം, ഒരുപാട് നാളുകൾക്കപ്പുറത്തേക്ക്. ഒരു പൈസ ചിലവില്ല, ഒരു കുഴപ്പവും മണയില്ല, കേവലം ഒരു ഭാവന തനിച്ചിറക്കുമതി. നമുക്കൊരു സവാരി പോകാം, ഒരുപാട് നാളുകൾക്കപ്പുറത്തേക്ക്. ഒരു പൈസ ചിലവില്ല, ഒരു കുഴപ്പവും മണയില്ല, കേവലം ഒരു ഭാവന തനിച്ചിറക്കുമതി. നീ ഈ കഥ കേരളത്തിലാണോ നടത്തുന്നത് അതോ പശ്ചിമ ജർമ്മനിയിലോ അമേരിക്കയിലോ വല്ലോ ആണോ? സംഗതി നടന്നങ്ങ് പാരീസിൽ ചെന്നല്ലോടാ. ഇതെവിടെ നടത്തണത്? എന്റെ അമ്പലത്തിൽ ഉരുളംപാറ ആണോ? മേലിൽ ഒരുമിച്ച് യാത്ര ചെയ്യായിരുന്നു. നീ കഥ പറ. ശരി, അങ്ങോട്ട് നോക്കും. അവിടെ ആ കാട്ടേരിയുടെ തീരത്ത് ആ പച്ച പുൽത്തകടിൽ ആ പൂമരത്തിന് തളർത്ത് രണ്ട് യുവാക്കൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ആരൊക്കെയാണ്? ഒന്ന് രമണൻ, മറ്റൊന്ന് രമണി. ഒരു പെണ്ണും ആണ് നിൽക്കുമ്പോഴാണ് കെമിസ്ട്രി വർക്കൗട്ട് ആവുള്ളൂ. ആണും ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ തെറ്റിദ്ധരിക്കില്ലേ? അത് കറക്റ്റ് അച്ഛൻ പറഞ്ഞേ. പെണ്ണും ആണോടാണല്ലേ കെമിസ്ട്രി വർക്കാത്തുള്ളൂ. കഥയ്ക്ക് ഒരു പഞ്ചുള്ളൂ. എന്റെ പൊന്ന് പ്രസിഡന്റ്, എന്റെ കഥയിൽ ആണും പെണ്ണും അല്ല സംസാരിക്കുന്നത്. പിന്നെ ആണും ആണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അവർ ആരൊക്കെയാണെന്ന് അറിയാമോ? ഒന്ന് മദനൻ, ഒന്ന് രമണൻ. അവർ സുഹൃത്തുക്കളാണ്, അവർ ചങ്ങാതിമാരാണ്, അവർ സഹോദരങ്ങളാണ്. അവർ എന്ന് കാണും, എന്ന് ഒരുമിച്ച് കുളിക്കും, ഒരുമിച്ച് ഭക്ഷണം കഴിക്കും, ഒരുമിച്ച് കിടന്ന് ഉറങ്ങും. എടാ കേരളത്തിൽ എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യണം. എന്നും ഒരുമിച്ച് അല്ല 3 ദിവസം കൂടുമ്പോഴല്ല കുളിക്കുകയും വലിയവയ്ക്കും ചെയ്യണം. ഈ കഥ പറയണ്ടോ? ഞാൻ കഥ പറയണം. ജോലി എന്താണെന്ന് അറിയാമോ? ഫെഡറൽ ബാങ്കിലെ മാനേജരാ. എടാ ചുമ്മാ അവിടെ കണ്ടത്തിൽ വന്ന് നിൽക്കണവനൊക്കെ എന്നാ ജോലി എന്ന് ചോദിക്കേണ്ട കാര്യമുണ്ടോ? അച്ഛൻ ആട്ടിടയന്മാരാണ്. രാവിലെ ആടുകൾ കൊണ്ട് കാട്ടിലേക്ക് പോകും, അന്ത്യാവും വിശന്ന് നടന്ന് കോഴിയിലേക്ക് എത്തും. പക്ഷെ എങ്കിലും അവരുടെ സൗഹാർദ്ദവും സ്നേഹവും ഒക്കെ അങ്ങനെ നടന്നുകൊണ്ടിരുന്നു. പ്രിയമുള്ളവരെ, പ്രഭാതം പൊട്ടിവിടുന്നു. നേരെ പരമ്പര വെളുത്ത് വരുന്നുള്ളൂ. അതാ ഒരു വീടിന്റെ ഭൂമുഖത്ത് വാതിൽ തുറന്നൊരു സുന്ദരിയായ പെൺകുട്ടി ഉണ്ട്. അവൾ ആരാണെന്ന് അറിയണ്ടേ? അതെ, 7:30 രാവിലെ നേരത്തെ എഴുന്നിട്ട് കുളിയും കുറിയും ജപവും എല്ലാം കഴിഞ്ഞ് ആ ഭൂമുഖ വാതിൽ തുറന്നു വന്നിരിക്കുന്ന മറ്റാരുമല്ല, ഉണ്ണിയാർച്ച. എടാ പ്രാന്താ, നീ ഇങ്ങ് വന്നേ. നീ എന്നൊക്കെ ഈ പറയണത്? അല്ല, ആദ്യം രമണൻ എന്ന് പറഞ്ഞു, ഇപ്പൊ എവിടെ നിന്നാ ഉണ്ണിയാർച്ച വന്നത്? ചന്ദ്രയുടെ മൂത്ത വലിയ മേടമോള്. അച്ഛനൊരു കാര്യം മനസ്സിലാക്കണം. ആ പ്രസിഡന്റ് കഷ്ടത്തിലിരിക്കുന്നേ പൈസയാണ്, അഡ്വാൻസ് ആണ്. ഞാൻ കഥയുടെ മർമ്മപ്രദമായ ഭാഗത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കഥയുടെ മർമ്മമൊക്കെ അവിടെ കിട്ടാൻ നിന്റെ മർമ്മം നീ നോക്കിയാൽ നിനക്ക് കൊള്ളാട്ടോ. അച്ഛൻ വിട്ടേ. അതെ, എന്തോ ഒരു കുശുശിപ്പ്. അതെ, ഞങ്ങൾ രമണന്റെ മർമ്മത്തെ കുറിച്ച് രമണന്റെ മർമ്മം അടിപൊളി മർമ്മം. അല്ല, നമ്മൾ എവിടെ എത്തി ശരിക്കും? അത് നമ്മൾ ഉണ്ണിയാർച്ച. ഉണ്ണിയാർച്ച അല്ല, രമണന്റെ മർമ്മം. ഉണ്ണിയാർച്ച. ആരാണ് ഉണ്ണിയാർച്ച? ആരാണ് ഉണ്ണിയാർച്ച? ആരാണ് ഉണ്ണിയാർച്ച? നീ പോലും കഥ ഉണ്ടാക്കി കൊണ്ടിട്ട് എന്നോട് ഉണ്ണിയാർച്ച ആരാന്ന് വെച്ചാൽ ഞാൻ കണ്ടപ്പച്ചയുടെ പൊന്നോമന്റെ പുത്ര ഉണ്ണിയാർച്ച. അതുപോലെ കുഞ്ഞിരാമന്റെ ഭാര്യ അങ്കക്കളറിൽ 18 പറ്റി ആരംഭിച്ച നേർപ്പങ്ങൾ ഉണ്ണിയാർച്ച. അതാണ് ഉണ്ണിയാർച്ച. ഇതൊക്കെ അറിഞ്ഞു വെച്ചാ അച്ഛനോട് നാണം കെടുത്തു. നീ നാണം കെടുത്താൻ കൊള്ളാമോ? ഒരു കിലോ ഉറച്ചു പോണോട്ട് പോട്ടെ. അതാണ് ഉണ്ണിയാർച്ച. അവളുടെ സൗന്ദര്യം അതിമനോഹരമാണ്.
വർണ്ണിച്ചാൽ വണ്ടിട മഞ്ഞോട്ടിണ്ടൽ കൊണ്ട കടങ്കാൽ മുടിക്കുന്നത് മങ്കപ്രഭയും പൊൻകുട മുക്കും വൻകുട താരിത മങ്ക തീരുമ നീട്ടിയുള്ള അത് കങ്കട അത് പിങ്കട അടിപൊളി അടിപൊളി അടിപൊളി. അത്ര സൗന്ദര്യത്തുടമയാണ് ഉണ്ണിയാർച്ച, അത്ര സൗന്ദര്യ ധാമമാണ് ഉണ്ണിയാർച്ച. സുഹൃത്തുക്കളെ, ഇപ്പോ ഉണ്ണിയാർച്ച എവിടെയാണെന്ന് അറിയില്ല. ഉണ്ണിയാച്ച മാഞ്ഞു പോയോ? നാടിന്റെ നാനാഭാഗത്തും ആളുകളെ വിട്ടു തന്റെ പ്രിയപ്പെട്ട മകൻ എൻഷിന് വേണ്ടി. പക്ഷെ ഉണ്ണിയാർച്ചയെ കുറിച്ച് യാതൊരു അറിവില്ല. പക്ഷെ അത്ഭുതം സൃഷ്ടിച്ചുകൊണ്ട് ആ പാതിരാ നേരത്ത് നേരം വെളുത്തു വരുമ്പോൾ ആ നഗരമധ്യത്തിൽ ഒരു ട്രാൻസ്പോർട്ട് ബസ് വന്നു. അത് നല്ല ലോജിക്കാ. ഉണ്ണിയാർച്ചയുടെ കാലത്ത് ട്രാൻസ്പോർട്ട് ബസ് കൊള്ളാം. പൃഥ്വിരാജ് ഓടിച്ചു വരുവാണെങ്കിൽ കിടുക്കും. ആ ബസ്സിൽ നിറങ്ങുന്ന ആരാണെന്ന് അറിയാമോ? നമ്മളെ ആകാംക്ഷയുടെ കത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട ഉണ്ണിയാർച്ച. അവൾ പരിപൂർണ്ണ ഗർഭിണിയാണ്. 2 ദിവസം കൊണ്ട് 10 മാസം ഗർഭിണിയായി. കൊള്ളാം. അവൻ മിടുക്കനാണോടാ. അതൊക്കെ വേണം. ഉണ്ണിയാർച്ച ഗർഭിണി ആയിക്കോട്ടെ, എന്നാലും കഥക്കൊരു പഞ്ചുള്ളു. ആ കാത്തിരിപ്പിന് വിരാമം വിട്ടുകൊണ്ട് കൃത്യം 10 മാസം കഴിഞ്ഞപ്പോൾ അവിടെ ആൺകുഞ്ഞിന് ജന്മം നൽകി. 10 മാസം അവനെ ഒപ്പിച്ച്. ഞാനോർത്ത് ഇതും 12, 20, 30 ഒക്കെ. ആൺകുഞ്ഞ് ആരാണെന്ന് അറിയണ്ടേ? അതാണ് നമ്മുടെ ചരിത്രത്തിന്റെ ഭാഗം. വീരപുരുഷൻ, വീരയോദ്ധാവ് കർണൻ. നിന്റെ അപ്പൻ. നീ ഇങ്ങ് വന്നേ. നീ കൊലക്ക് കൊടുക്കാൻ പോകണോ? ഇവിടെ ചന്ദ്രജൻ രമണനും പോട്ടേന്ന് വെക്കാം, ഉണ്ണിയാർച്ചയും പോട്ടേന്ന് വെക്കാം. ഇപ്പൊ ആരാ വന്നേക്കണേന്ന്? എന്റെ അച്ഛൻ കച്ചത്തിരിക്കുന്ന പൈസ അഡ്വാൻസ് ആണ്. ഞാൻ വല്ലതും വിളിച്ചു എന്റെ കഥയുടെ അവസാന ഭാഗത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ കഥയുടെ അവസാനം അവിടെ നിൽക്കട്ടെ. നാട്ടുകാർ നിന്റെ കഥ കഴിക്കണേ, ഞാൻ കാണേണ്ടി വരും. ഇവിടെ ഈ പരിപാടിയുടെ ഇടയ്ക്ക് ഞാനും ഉണ്ട്. നിന്നെ എന്തായാലും കത്തിക്കുക. എന്നെ നെയ്യൊഴിച്ച് കത്തിക്കാനുള്ള ഇടപാടാണ് നീ ഉണ്ടാക്കണേ. അത് നിർത്തി. എന്റെ കഥ ഇഷ്ടമായി ചോദിക്കട്ടെ. വിട്. പക്ഷെ കൈ കുഴിഞ്ഞു ഓക്കെ. പ്രസിഡന്റ്, എങ്ങനെയുണ്ട് കഥ? അയ്യോ, എനിക്ക് ഗംഭീരമായിട്ട് എനിക്ക് ഗംഭീരായി. അപ്പൊ നമ്മൾ ആദ്യത്തെ ദിവസം നാടകം ബുക്ക് ചെയ്തു, 2ാമത്തെ ദിവസം കഥാപുസ്തകം. താങ്ക് യു. അപ്പോ നോട്ടീസിനകത്ത് നിങ്ങളുടെ പേര് വെക്കണം. പിന്നെ തീർച്ചയായിട്ടും പേരെന്തോന്നും പറഞ്ഞു. അതിന്റെ പേര് വെക്കേണ്ടത് സുപ്രസിദ്ധ കാതികൻ മരുത്വാർ വട്ടൻ രവി. അയ്യോ, ഇത് വലിയ പേര്. ഉത്സവത്തിന് കൊള്ളത്തില്ല. ഉള്ളല്ലേ? എന്നാ ഒരു മടക്ക് രവി എന്ന് എഴുതിക്കോ. ബ്രാക്കറ്റിൽ കങ്കാരു എന്ന്. ഇവന്റെ ഇരട്ട പേര് കങ്കാരു എന്നല്ലേ? രവി എന്നൊക്കെ പറഞ്ഞ ജംഗ്ഷനിൽ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അറിയില്ല. കങ്കാരുവിന്റെ വീടാന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ വീട്ടിൽ കൊണ്ടുവിടും ഓട്ടോക്കാർ. അതെ, പേര് എങ്ങനെ വെച്ചോ. അപ്പൊ കഥ ബുക്ക് ചെയ്തല്ലോ. വളരെ സന്തോഷം. ഒറ്റ സെക്കൻഡ്. ഹലോ ഗോപി. ഞാൻ തന്നെ. അതായത് നിനക്ക് എന്തോ പൈസ തരാണ്ടെന്ന രീതിയിൽ കഴിഞ്ഞ 4 മാസമായിട്ട് എന്നെ തന്തക്കും തലക്ക് നീ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അവസാനിപ്പിച്ചോ. നിനക്ക് ഞാൻ കൃത്യമായിട്ട് തരാനുള്ള പൈസ തന്നിരിക്കും. അത് നമ്മുടെ കഥ എന്താ പറഞ്ഞ 19-ാം തീയതി 20-ാം തീയതി ഞാൻ ജീവിച്ചിരിക്കും. നിനക്ക് തരാനുള്ള പൈസ തന്നിരിക്കും. ഓക്കെ. നീ വെറുതെ എന്നെ തന്തക്കും തലക്ക് വിളിക്കുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ ആ പടം 5000 രൂപ കഥാപുസ്തകത്തിന് കൊടുക്കത്തുള്ളൂ. 5000 രൂപ കഥാപുസ്തകത്തിന് കൊടുക്കും? എന്റെ ദൈവമേ, അവൻ ജനിച്ചപ്പിന് 5000 രൂപ കണ്ടിട്ടില്ല. അതല്ലെന്ന് പ്രശ്നം. ഞാൻ 5000 രൂപ കഥാപുസ്തകത്തിന് കൊടുക്കത്തുള്ളൂ. പുള്ളി ആരാണ്ട് കടം മേടിച്ച കാശ് 25000 രൂപ തിരിച്ചു കൊടുക്കാന്ന് പറയുക. 25000 രൂപ അല്ലടാ. ആ സ്റ്റേഷനറി കടയിൽ നിന്ന് ഒരു സാമ്പിൾ പേസ്റ്റ് മേടിച്ചായിരുന്നു. അത് കൊടുക്കാന്ന് വെച്ചിട്ട് 1 വർഷം അതിന്റെ പൈസ കൊടുത്തില്ല. ആ പൈസ കൊടുക്കണ കാര്യം അവൻ പറഞ്ഞേ. അയ്യേ, അതിന്റെ കാര്യമാണ് പറഞ്ഞത്. അതേന്ന് എന്നാ ചെയ്യൂന്ന് പറഞ്ഞത്. ഇവരൊക്കെ പിള്ളേരുണ്ടാണ്ടല്ലേ. ഹലോ. അയ്യോ, ദേ സിനിമാ നടൻ ബിനു മോഹൻ നമ്മുടെ വീട്ടിൽ വന്നിട്ട് മൈക്ക് ടെസ്റ്റ് ചെയ്യണം. ഞാൻ മൈക്ക് ടെസ്റ്റ് ചെയ്തല്ല, ഞാൻ ഒന്ന് വിളിച്ച് കേൾക്കാത്തോണ്ടൊന്ന് വിളിച്ചു പോയതാ. എന്തുവായാലും കൊള്ളാം. നിങ്ങളിവിടെ കൃത്യം വന്നല്ലോ, അത് തന്നെ സന്തോഷം. എന്ന് വെച്ചാലേ പുള്ളിയെ കൊണ്ട് നമുക്ക് മറ്റേ പൊങ്കാല ചെയ്യിപ്പിക്കാം. ഈ പുള്ളി എന്നതൊക്കെ പറഞ്ഞേ? ഈ പുള്ളിനെ കൊണ്ട് പൊങ്കാല ഇടിച്ചാൽ ഈ പുള്ളിയുടെ ആരാധകർ വന്ന് ചന്റെ നെഞ്ചത്ത് കയറുന്ന പൊങ്കാല ഇടും. അതല്ലെന്ന്, എന്റെ ക്ഷേത്രത്തിൽ എന്തായാലും പൊങ്കാല മഹോത്സവം ഉണ്ടല്ലോ, അതിന്റെ പത്രത്തിൽ മിനിമം കൊടുത്തട്ടെ. എന്ത് വർത്താനോടാ പറഞ്ഞേ? എന്താ എന്ത് വർത്താനാ പറഞ്ഞേ? കൊട്ടാരക്കര ശ്രീധരൻ നായർ അങ്ങേറ്റം മുതൽ ഇങ്ങേറ്റം വരെ വലിയ ഒരു താരപ്രഭ താരനിര തന്നെയുള്ള ഒരു നടൻ ഇവിടെ വന്നത് നിങ്ങളുടെ അമ്പലത്തിൽ വന്നിട്ട് തിരി കൊളുത്താൻ വേണ്ടിയിട്ടാണോ? എനിക്ക് അറിയാൻ പാടാത്തോണ്ട് ചോദിക്കുക. ഇതെല്ലാം എന്തോ വന്നാ നീ വിചാരം? പറഞ്ഞ പോലെ എന്തിനു വന്നാ മോനെ ഇങ്ങോട്ട്? ഞാൻ ഈ സുരാജേട്ടൻ പറഞ്ഞിട്ടൊന്ന് വന്നതാ. ഈ സുരാജിനെ കൊണ്ട് വലിയ ശല്യമായിട്ടോ. എന്റെ മാനർ വിറ്റ് പുള്ളി അങ്ങ് ജീവിക്കുക. എന്നിട്ട് അല്ല, അപ്പം ഞാനൊരു സിനിമ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് എന്നെ നായകനാക്കാൻ വന്നതാണോ? അല്ല, വളരെ സന്തോഷം. ചെക്കായിട്ട് തരുവാണ്, പൈസ അഡ്വാൻസ് ആയിട്ട് തരും. എന്റെ ചേട്ടാ, ഞാൻ ചെയ്യുന്ന സിനിമയാണ്, ഞാൻ അഭിനയിക്കുന്ന സിനിമയാണ്. അപ്പൊ ആ സിനിമയിൽ വേണ്ടിയിട്ട് അതൊരു ഡാൻസിന് പ്രാധാന്യമുള്ള ഒരു സിനിമയാണ്. അപ്പൊ അതിൽ കുറച്ച് ഡാൻസിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സുരാജനോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പറഞ്ഞത്, പങ്കജാഷ് മാഷിനെ ഒന്ന് കണ്ടാൽ മതി, മാഷ് പറഞ്ഞു തരും എന്ന് പറഞ്ഞു. അപ്പൊ ആ മാഷിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഇതില് പങ്കജാഷ് മാഷ് ആണോ? നമസ്കാരം. എന്താണ് വേണ്ടത്? അല്ലെങ്കിൽ ഈ സിനിമയ്ക്ക് ഒരു ഡാൻസിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പം കുറച്ച് അതിന്റെ സ്റ്റെപ്സ് ഒക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടിട്ടാണ്. ഡാൻസ് കളിക്കുന്ന ചിപ്സ്? ചിപ്സ് അല്ല, സ്റ്റെപ്പ്. ഓ, സ്റ്റെപ്പ്. ഇപ്പൊ മനസ്സിലായി. മോ കറക്റ്റ് സ്ഥലത്താ വന്ന് പെട്ടേക്കണത്. ഈ സ്റ്റെപ്പ് ഇവിടുന്ന് തന്നെ മോനെ പഠിപ്പിക്കും. ഓക്കെ. അല്ല, അപ്പൊ മാഷാണോ? നമ്മളെ മാഷിന്റെ അടുത്തല്ലേ പഠിക്കാം? അതെ. മോന് ദക്ഷിണ കൊടുക്കുന്നുണ്ടോ? അയ്യോ, വെറ്റയും ബാക്കൊന്നും എടുത്തിട്ടില്ലേ? വെറ്റയും ബാക്കാനേക്കാളും വലുതല്ലേ പൈസ. മോനൊരു കാര്യം, ഒരു 1001 രൂപ എടുത്തത് ഈ കൈവെള്ളയിലേക്ക് വെച്ച് വെറ്റയും ബാക്കൊക്കെ ഇതിന്റെ അടിയിലുണ്ടെന്ന് മോനെ ഓർത്താൽ മതി. 1 രൂപയില്ല, അത് സംഘടിപ്പിച്ചു. അതൊന്നും കുഴപ്പമില്ല. എന്താ പോലെ
എന്റെ ഇളയ മോൻ ആണ് പഠിപ്പിക്കുന്നത്. ഇളയ മോനോ? ഇയാൾ ഇതെന്ത് പറഞ്ഞോണ്ട് ഈ പറയുന്നത്? അദ്ദേഹത്തിന് സിനിമയ്ക്ക് വേണ്ടി ഡാൻസ് പഠിക്കാനാണ്. അല്ല നിങ്ങളെ ഇളയ കൊച്ചിയിറക്കം വന്നിട്ട് എന്താ പഠിക്കാനിത്? ഈടാ അവന്റെ ഉള്ളിൽ ഭയങ്കര പ്രതിഭയുണ്ട്, മനസ്സിലായോ? ഈ പ്രതിഭേനെ പഠിപ്പിക്കാനുള്ള പ്രതിഭ ആ പ്രതിഭയ്ക്കുണ്ട്, മനസ്സിലായോ? നിങ്ങൾ പേടിക്കണ്ട, നല്ല രീതിയിൽ സ്റ്റെപ്സ് നിങ്ങൾ പഠിപ്പിച്ചിരിക്കും. അല്ല, സുരേട്ടൻ പറഞ്ഞു നന്നായിട്ട് ഇവിടെ വരുമ്പോ മനസ്സിലാവുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പുള്ളിക്ക് വിവരമുണ്ട്. അപ്പൊ ഞാൻ എന്റെ മോനെ വിളിക്കട്ടെ? വിളിച്ചോ. മോനെ, ജോ മോനെ വന്ന്. ആ ഫ്രണ്ടിലേക്ക് പോയതുണ്ടല്ലോ, ആ മീശയുടെ കനം കാരണം ഇങ്ങനെ ഫ്രണ്ടിലേക്ക് പോയതാ. ഭയങ്കര വില മീശയ്ക്ക്. അല്ല, ഇത് ആരാണ് പറഞ്ഞത്? എന്റെ ഇളയ മോനത്. അല്ല, മോനാണോ? അതെ, മോനാണത്. അല്ല, കണ്ടിട്ടൊരു മാച്ചിങ് ഇല്ലേ? മൊത്തത്തിലൊരു മറ്റേ ആണല്ലേ, ഗ്രാഫ് പോലെ പോയി. അതൊരു വേറെ പ്രശ്നമുണ്ട്. ഈ സംശയം എനിക്കും തോന്നിയതാ. പക്ഷെ ഞാനൊരു കാര്യം ചെയ്തു, എന്റെ ഭാര്യനെ വിളിച്ച് ഗവൺമെന്റ് ആശുപത്രി കൊണ്ടുപോയി DNA ടെസ്റ്റ് നടത്തിയിട്ട് ഞാനത് സ്ഥിരീകരിച്ചതാ. പിന്നെ ഈ വണ്ണവും പൊക്കമൊന്നും നോക്കണ്ട. ഈ ചെറുക്കൻ നമ്മൾ ഈ ഈസ്റ്റർ ഒക്കെ ഉണ്ടല്ലോ, അപ്പം ഉണ്ടാക്കുമ്പോ മാവിലൊക്കെ ഇട്ട് പുളിക്കാൻ വേണ്ടി ഈസ്റ്റർ ഇടുമല്ലോ, എന്നും കാലത്ത് ഈസ്റ്റർ തിന്നും. അങ്ങനെ പുളിച്ചു പൊങ്ങി നിൽക്കുന്നത് അതായത് കാര്യമൊന്നുമില്ല. പുളിച്ച മോനല്ലേ? പുളിച്ച മോനാണത്. ഇതാണോ ഡാൻസ് മാസ്റ്റർ? ഇതാണ് ഡാൻസ് മാസ്റ്റർ. അല്ല, അപ്പൊ പുള്ളി ഫുൾ ടൈം ഇങ്ങനെയാണോ ഈ ഗതയൊക്കെ പിടിച്ചിങ്ങനെ? അല്ലല്ല, പുള്ളി ഡാൻസ് മാസ്റ്റർ വിത്ത് ബാലനടനാ. ഇന്ന് ഡബിൾ ആണ് പുള്ളിക്ക്. അപ്പൊ ഇവിടുന്ന് മുതൽ മേക്കപ്പ് ചെയ്ത് പോവുകയാണെങ്കിലോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അതിനോട് സമയം കണ്ടത് കളയണ്ടല്ലോ. ഇത് പാലാണോ ഇത്? ഇതാണ് ബാലനടൻ. അപ്പൊ അങ്ങനെ നമുക്ക് പാല ബുക്ക് ചെയ്യാലോ. അപ്പൊ ഒരു കാര്യം, അപ്പൊ ഈ ചെന്തുവാട്ട ഏത് സമയത്ത് ബുക്ക് ചെയ്യും? ചിന്ത അവിടെ നിൽക്കട്ടെ, ഞാൻ ഇവിടെ നിൽക്കുമല്ലേ. ആണോ? ചിന്ത അവിടെ നിൽക്കട്ടെ. അപ്പൊ ബാല എവിടെ ബുക്ക് ചെയ്യും? ബാല നമ്മുടെ അമ്പലത്തിൽ ബുക്ക് ചെയ്യണമല്ലോ. ബുക്ക് ചെയ്യണം. അപ്പൊ ഇത് കാണാൻ ഞാനങ്ങനെ, അതുകൊണ്ടാണ് ഇങ്ങനെ നിക്കണമെന്ന് നോക്കണ്ട. എന്റെ പൊന്നെ, ഇവൻ ഈ ബാലയിൽ ഭീമന്റെ വേഷം ചെയ്യണേ. ഇവനോട് ഒരു ഡയലോഗ് പറഞ്ഞു ദുശാസനോട്, ദുശാസന നിന്റെ മാറ് പിളർന്ന ആ ചോരയിൽ മുക്കി ഞാൻ പാഞ്ചാലിയുടെ മുടി കെട്ടു. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഗാംഭീര്യം ഉണ്ടാവില്ല. എടാ ഒന്ന് പറഞ്ഞു കൊടുത്തടാ. കണ്ടോ, ദുശാസന, നിന്റെ മാറിലെ ചോര കൊണ്ട് ഞാൻ എന്റെ പാഞ്ചാലിയുടെ മുടി കെട്ടു. എങ്ങനെയുണ്ടത്? എന്നാടാ അത്? ഭയങ്കര. അതെ അച്ഛ, ഈ മാറിലെ ചോര എന്നുള്ളത് മാറ്റിയിട്ട് നെഞ്ചിലെ ചോര എന്ന് പോരെ. എനിക്കൊരു നാണം. ഇതെന്തുവാണ് ഈ കാണിക്കുന്നത്? ഇങ്ങനെയാണോ ഭീമന്റെ ശബ്ദം? അല്ല, നീ ഭീമന്റെ ശബ്ദം എങ്ങനെയാണെന്ന് അല്ലാതിരിക്കാൻ നീങ്ങളും ഭീമനും ഒന്നിച്ച് പഠിച്ചതാണ്. ഞാനും നമുക്കൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, ഭീമന്റെ ശബ്ദം ഒരു ഘനഗാംഭീര്യ ശബ്ദം. ഇവനല്ല ഡയലോഗ് പറയണത്. ഇവൻ ഇങ്ങനെ ആക്ഷൻ കാണിക്കുമ്പോ പുറകെ നിന്ന് നല്ല ഘനഗാംഭീര്യ ശബ്ദമുള്ള ആള് ഡബ് ചെയ്യുമല്ലേ? ഡബ് ചെയ്ത് വെച്ചിരിക്കുവാ. ഡബ് ചെയ്ത് കയറ്റുമ്പോ ഈ സാധനം മേളിൽ പോകും. അത് പറ. അപ്പൊ കുഴപ്പമില്ല. അതല്ലേ? അപ്പൊ പിന്നെ മോനെ നൃത്തം അങ്ങ് പഠിപ്പിച്ചോ. നൃത്തം ചവിട്ടിയിട്ടുണ്ട് ഇതിനു മുമ്പ്? നൃത്തം ചവിട്ടാനായിട്ട് അല്ല, നൃത്തം താളത്തിൽ തന്നെ ചവിട്ടണം. നമുക്ക് ചവിട്ടുന്നതിന് മുമ്പ് ഈ മുദ്രാസ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. നൃത്തം പഠിപ്പിക്കുന്ന കുട്ടികൾ ആദ്യം പഠിക്കേണ്ട മുദ്രാസാണ്. ഇത് ഒന്ന് പ്രയോഗിച്ചു നോക്ക്. ഇതെന്താണ്? അളപത്മം. ആയല്ല, അളപത്മം. അത് കള. നീ ബാക്കി പഠിപ്പിക്കേ. പതാക പിടിക്ക്. പതാക, ത്രിപതാക, അർത്ഥപതാക. പാണ്ടിലോറ് വിഴിഞ്ഞു. എന്ത് നോക്ക്, ഇത്ര സൈസ് വെച്ചൊരു ഭീമസേന ഡയലോഗ് പറയുന്നത് നോക്ക്. ഇത് എവിടെ കിട്ടണ ഇത്? അവനെ ഡാൻസ് പഠിപ്പിച്ചോ. നമുക്ക് ആദ്യം തന്നെ കുട്ടി അരമണ്ഡലത്തിൽ ഇരിക്കും. ഏത് മണ്ഡലത്തില്? അരമണ്ഡലം. ഇങ്ങനെ ഇരിക്കണം. അവിടെ ഇരിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. അല്ല, അങ്ങനെ അല്ല, ഇവിടെ ഇരിക്കാനല്ല. സോറി, എന്താ പേര്? അങ്ങനില്ല, അങ്ങനൊന്നുമില്ല. പറഞ്ഞോ, വിനു. നന്നായിട്ടുണ്ട്. അരമണ്ഡലം ശരിക്കും ഇങ്ങനെ ഇരിക്കണം. ഇങ്ങനെ ഇരിക്കണം. ഇങ്ങനെ കുറച്ചും കൂടി പോരാ. അല്ല, പറഞ്ഞോ. അല്ല, ചവിട്ടു. അല്ല, ഒന്ന് ചവിട്ടി കാണിക്കും. അല്ല, വെരി ഗുഡ്. ഇങ്ങനെയല്ല, ഞാൻ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ചെറുതായിട്ടൊന്ന് പഠിക്കാൻ വേണ്ടിട്ടാണ്. അതായത് മോനെ വേറെ ഒരു സംഭവം എന്നാന്നറിയാമോ, അടിസ്ഥാനപരമായിട്ടുള്ളതൊന്നും പഠിപ്പിക്കണ്ട. അതായത് നല്ല കയ്യടി കിട്ടാവുന്ന സ്റ്റെപ്സുകൾ മാത്രം പഠിപ്പിച്ചാൽ മതി. സ്റ്റെപ്സ് ഇതാ സേഫ്. എന്ത് മീശയാണ് അത്? പിന്നെ ആൾക്കാരുടെ അടുത്ത് നിൽക്കുവോ? അത് മോനെ ഒരു കാര്യം ചെയ്യാം, മോനൊരു ഡാൻസ് അങ്ങ് കളിച്ച് കാണിച്ചു കൊടുക്കുക. അതെ, മോൻ ഡാൻസ് കളിച്ച് കാണിക്കും. അത് കണ്ടിട്ട് അതിനൊപ്പം അങ്ങോട്ട് കണ്ട് പഠിച്ചാൽ മതി. അതായിരിക്കും നല്ലത്, സേഫ്. മോനെ ഡാൻസ് പഠിപ്പിച്ചേ. ഏത് ഡാൻസ് അയച്ചാ? അല്ല, എനിക്ക് സിനിമയ്ക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല പാട്ടുള്ള ഒരു ഈ ഒരു ഒറ്റ പാട്ടിനകത്ത് ഇഷ്ടം പോലെ സ്റ്റെപ്പ് ഉണ്ടാവും. മോൻ ഇഷ്ടമുള്ളത് ചെകഞ്ഞ് എടുക്കുക. നാടോടി നൃത്തം. നാടോടി നൃത്തം കളിക്കാം. ശരി. തന്തം പപ്പടം, പൊടി പൊടി പപ്പടം, എണ്ണയിൽ കളകളം പാടുന്ന പപ്പടം, കണ്ണുള്ള പപ്പടം, കവിളുള്ള പപ്പടം, ആന
പപ്പടം ചേന പപ്പടം മുളക് പപ്പടം കുഞ്ഞ പപ്പടം പിന്നെ കറുമുറ തിന്നുവാൻ മസാല പപ്പടം പപ്പടം വേണമയ്യാനാണ് പണ്ടാരത്തി മുത്തുലക്ഷ്മി ഉഴുന്നും കാരവും ഉപ്പും ചേർത്തരച്ച് പിട്ടുണ്ടാക്കി പപ്പടം പരത്തി കെട്ടുകളാക്കി ചന്തയിൽ പോകുമ്പോൾ ഏയ് അരക്കെട്ട് പപ്പടത്തിന് എന്താ വില കർക്കിച്ചു തുപ്പി ഞാൻ തെറി പറഞ്ഞോടിക്കും കവല പിള്ളേർ എന്തും ചൊല്ലും വില തുച്ഛം ഗുണവച്ചം എൻ പപ്പടം സദ്യയിലൊന്നാമനീ പപ്പടം പറക്കുന്ന മണം കേട്ടാൽ കൊതിയൂറും നാവിൽ പപ്പടവും പഴവും പായസവും എല്ലാവരും ചോദിക്കട്ടെ അപ്പൊ ബിനുവിന് ഇതിനകത്ത് ഇഷ്ടമുള്ള ആവശ്യമുള്ള എടുത്തിട്ട് ബാക്കി തിരിച്ചു തരാം ഇത് എല്ലാം കറക്റ്റാന്ന് അറിയാം എങ്കിൽ പോലും പറയാം വെറുതെ പറഞ്ഞു എങ്ങനെയുണ്ടായിരുന്നു എന്റെ പെർഫോമൻസ്? ഭയങ്കരമായിരുന്നു. നീ അതിന്റെ കുറവ് വേണ്ട, അതുകൊണ്ട് എടുത്തോളൂ. ഞാനത് വിട്ടുപോയി. ഇപ്പൊ ഈ കാണിച്ചതൊക്കെ ഞാൻ സിനിമയിൽ പോയിട്ട് കാണിക്കണം അതല്ലേ അതെ. ഈ പടത്തിന് സ്ക്രിപ്റ്റിംഗിൽ ഇച്ചിരി താഴെ പോയാലും സാധനം നിങ്ങൾ പാട്ടിൽ അടിച്ചു കയറ്റാൻ പറ്റും. എന്നാലും എന്റെ ചേട്ടാ പഠിച്ചിട്ട് വരാം. അല്ല അതിന് പഠിച്ചിട്ട് പറഞ്ഞേ, പഠിച്ചിട്ട് ഇവിടെ നിങ്ങൾ പോവുമല്ലേ? അല്ല, ആദ്യം ഈ ഡാൻസ് എന്ന് പറയുന്നതിന്റെ ഒരു മഹത്വം ഒക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് നിങ്ങൾ ആദ്യം പഠിച്ചിട്ട് പിന്നെ വേണമെങ്കിൽ ഞാൻ വരാം. ആദ്യം അല്ല കൈ മാറ്റ്, അത് നല്ല കാര്യമല്ലേ. ഇത് ഞാൻ എടുത്തോളാം. സുരാജേട്ടൻ ഒന്ന് കാണട്ടെ. അപ്പൊ ബാല അങ്ങ് ബുക്ക് ചെയ്യാല്ലേ? അല്ല ബാല ബുക്ക് ചെയ്യത്തില്ല. കാരണം നാടകം ഞാൻ കണ്ടു, ബുക്ക് ചെയ്തു. കഥാപ്രസംഗം കണ്ടു, ബുക്ക് ചെയ്തു. അതുപോലെ ബാല കാണാതെ ഞാൻ ബുക്ക് ചെയ്യത്തില്ല. മോനെ ആ ബാലയിൽ ഏറ്റവും ടോപ്പ് സാധനം ഒന്ന് പെരുക്കിയടാ. പെരുക്ക് ശരി പെരുക്ക്. ഇവന് വട്ടാവന് ഭീമനല്ലേ ഇവന് വട്ടാവന്. അയ്യോ നിങ്ങൾ എന്നാ പറഞ്ഞു നിങ്ങളല്ല പറഞ്ഞ അതിനകത്ത് ഏറ്റവും ടോപ്പ് സാധനം കാണിക്കണമെന്ന് പറഞ്ഞത്. ഇതിനകത്ത് വേറെ സാധനം ക്ലൈമാക്സ് സാധനം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഭീമൻ ദുര്യോധന ഇങ്ങനെ ചവിട്ടി പിടിച്ചിട്ട് ഇങ്ങനെ ഉണ്ടല്ലോ വലിച്ച് അടക്കമരത്തിന്റെ വാരി കീർന്നാൽ ഇങ്ങനെ ഒരു കീർണ സാധനം ഉണ്ടായിരുന്നു. ആ അപ്പൊ 10 സെക്കൻഡോടെ കഴിഞ്ഞാൽ ആ കാലിന്റെ കാല് വലിച്ച് കീറിയല്ലോ. അപ്പോഴത്തേക്ക് ഇയാൾ അലറിയില്ല, അതുകൊണ്ടല്ലേ അവൻ പോയത്. ഇത് പോണവിടുന്ന് ഇതിപ്പറ എന്തോ പറയായിരിക്കുന്നു. ഇതൊന്നുമല്ല, ഇതിനകത്ത് വേറൊരു ടോപ്പ് സാധനം ഉണ്ട്. ഇവന്റെ കയ്യിലൊരു നരസിംഹം ഉണ്ട്. എന്റെ പൊന്നു കൂട്ടുകാരാ അത് വേണ്ട. എന്നിട്ട് വേണം അവന്റെ മടിയെ കയറ്റി വെച്ചാൽ എന്റെ നെഞ്ചു വലിച്ച് കീറാൻ. ഞാൻ അതുറിയൊക്കെ കാണണോ ഇയാൾക്ക്? വേണ്ട വേണ്ട, നാടകം ബുക്ക് ചെയ്ത് കഥാപ്രസംഗം ഇനിയില്ല. ബാല വേണ്ട. അപ്പൊ ബാല വേണ്ട, ഒന്നും വേണ്ട. എന്ത് നിങ്ങൾ അഡ്വാൻസ് തരാൻ ചുമ്മാ അങ്ങ് പോകണം. എന്തോ അല്ല, നിങ്ങൾ നാടകം ബുക്ക് ചെയ്തു, കഥാപ്രസംഗം ബുക്ക് ചെയ്തു. അതിന്റെ അഡ്വാൻസ് തന്നോ? അതിന്റെ അഡ്വാൻസ് എനിക്കിങ്ങനെ കിട്ടാനുള്ള കിട്ടാതെ ഞാൻ വിഷയം ഉണ്ടാക്കില്ല. നിങ്ങൾ ഇവിടെ നിന്ന് പോകലാടെ മോനെ. അങ്ങനാണോ? എന്തോ എനിക്ക് കിട്ടാനുള്ള കിട്ടി. അപ്പൊ നിങ്ങൾക്ക് കിട്ടാനുള്ള കിട്ടിയാൽ എനിക്ക് കിട്ടാനുള്ള കിട്ടിയാൽ അടി മുന്നോട്ട് പോകും. കളിയാന്ന് കൊടുക്കേണ്ടത്. അവന് കിട്ടിയാനുള്ള കിട്ടിയാലേ അവൻ പോകത്തണോ? ഇടവേ ആ ഗതെങ്കിലും തന്നിട്ട് കൂടെ. ഈ കഥ എനിക്ക് വേണമെന്ന്. അതെന്തിനാ? ഇയാൾക്കോട്ട് എന്നെ പറഞ്ഞു വിട്ടിട്ട് ആളുണ്ടല്ലോ, സുരാജ് വഞ്ഞാറമൂട്. ആ പുള്ളിക്ക് ചെറിയൊരു അഡ്വാൻസ് കൊടുക്കാൻ. സുരാജ് അവരുടെ മതി ഇന്നുണ്ടല്ലോ. ഞാൻ ഈ ചിരിക്കാഴ്ചകൾക്കിടയിൽ ഒരു ചെറിയ ഇടവേള എടുക്കാൻ സമയമായിരിക്കുകയാണ്. ലൂനാസ് കോമഡി സൂപ്പർ നൈറ്റ് പവർഡ് ബൈ ഗോപു നന്ദില ജിമാർട്ട്, കോ പ്രസന്റഡ് ബൈ കൈരളി TMT സ്റ്റീൽ ബാർസ്. திரை வரி வட்டி வானம் பொழிகிறது, பூமி விளைகிறது, உனக்கு ஏன் கொடுப்பது கிஸ்தி? ആലായാൽ തറ വേണം, നാടത്തോരമ്പലം വേണം. ആലായാൽ തറ വേണം, അടുത്തൊരു അമ്പലം വേണം. അവിടെ ചെന്നിട്ട് വിനുമോഹൻ പ്രാർത്ഥിക്കണം, ഇനി ഞാൻ പാടില്ല. പുരുഷന്മാർക്ക് മീശയ്ക്ക് മുമ്പ് തലമുടി നരയ്ക്കാൻ കാരണം എന്താണ്? മീശയ്ക്ക് മുൻപ് എന്തുകൊണ്ട് തലമുടി നരയ്ക്കുന്നു? തിരിച്ചു വരാം. ലൂനാസ് കോമഡി സൂപ്പർ നൈറ്റ് പവർഡ് ബൈ ഗോപു നന്ദില ജിമാർട്ട്, കോ പ്രസന്റഡ് ബൈ കൈരളി TMT സ്റ്റീൽ ബാർസ്. വിനുമോഹൻ വീണ്ടും എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. അതിനു മുമ്പ് ഞാൻ ചോദിക്കട്ടെ, ഇവിടെ വന്നിരിക്കുന്നതിൽ ആർക്കെങ്കിലും പാട്ട് പാടാൻ അറിയോ? അമ്മ പാടുവോ? വരൂ, നല്ലൊരു കൈ.
ആദ്യം വേണ്ടത് ഈ ചുറുചുറുക്കില്ലേ, പാട്ട് പാടാൻ ആര് വരുമോ എന്ന് ചോദിച്ചപ്പോൾ ആ കൈപൊക്കി കാണിച്ച ആ ചുറുചുറുക്കിന് നല്ലൊരു കൈയടി കൊടുക്കുക. എന്താ അമ്മ പേര്? ഭൈരവികുമാരൻ. ഭൈരവി കുമാരിയോ? കുമാരിയാണോ? കുമാരിക്ക് എത്ര വയസ്സായി? 72 വയസ്സിലും കുമാരി. എന്താ കുമാരി, എത്ര മക്കളുണ്ട്? എല്ലാരും വന്നോ? 72ാമത്തെ വയസ്സിൽ എന്താ ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് കാണാൻ, ലൈവായിട്ട് കാണാൻ എത്തിയിരിക്കുകയാണ്. പാട്ട് പാടണമെന്ന് പറഞ്ഞു. എന്റെ സംസാരം ഒന്നും കേൾക്കട്ടെ. എന്നാ പാട്ടെങ്കിൽ പാട്ട്. ഏത് പാട്ടാ പാടാൻ പോകുന്നത്? നമ്മുടെ നാടകഗാനം. ചക്കരപ്പന്തലിൽ തേന്മഴ ചൊരിയും ചക്രവർത്തി കുമാര, നിന്മനോരാജ്യത്തിൽ രാജകുമാരിയായി വന്നു നിൽക്കാനൊരു മോഹം, ദാഹിച്ചു മോഹിച്ചു നിൻ പ്രേമയമുനയിൽ താമരവെള്ളം തുഴയാൻ, കരളിലുറങ്ങും കതിർക്കാണ കിളി കാത്തിരിപ്പു നിന്നെ, കാത്തിരിപ്പു നിന്നെ. ചക്കരപ്പന്തലിൽ തേന്മഴ ചൊരിയും ചക്രവർത്തി കുമാര. അടിപൊളി. ഇതാണ് ആ ചുറുചുറുക്കത്ത്. നോക്ക്, 72ന്റെ ആ ചെറുപ്പം നോക്കൂ. ചെറുപ്പാന്നോ? അമ്മ അമ്മ ആയ കാലത്ത് നന്നായിട്ട് പ്രണയിച്ചിട്ടില്ലേ? ഒരു ചിരിയുണ്ടോ? പ്രണയിച്ചിട്ടില്ലേ? പാട്ട് പാടി സ്കൂളിൽ പഠിച്ചതാണ്. കല്യാണം കഴിച്ചു. എത്രാമത്തെ വയസ്സില്? 18 വയസ്സിൽ. എന്റെ ദൈവമേ, എത്ര കുട്ടികളുണ്ട്? 4 പേര്. 3 പേര് എത്തിയല്ലേ? ഒരുപാട് സന്തോഷമ്മ. സിനിമ ഇപ്പൊ റിലീസായ ഏതെങ്കിലും കണ്ടായിരുന്നോ? സിനിമ ടിവിയിൽ കാണും. ടിവിയിൽ കാണും. തിയേറ്ററിലൊന്നും പോവില്ല. അതെന്തേ? കാല് വയ്യാന്ന്. എന്നിട്ടാണ് അവിടുന്ന് ഡൈവ് അടിച്ച് ഓടി ഇങ്ങ് വന്നത്. കാല് വയ്യാന്ന്. തിയേറ്ററിൽ പോകാൻ കാല് വയ്യ. പാട്ട് പാടാൻ എന്തായാലും ഒരുപാട് സന്തോഷമായി കേട്ടോ. ഓക്കെ അമ്മ, താങ്ക് യു. പിടിക്കണ്ട, പിടിച്ചു കഴിഞ്ഞാൽ അത് വിഴുവൊന്നു നോക്കൂ. വീട്ടിലമായിട്ട് പോകുന്നുണ്ടോ? ഈശ്വര, ഇതൊക്കെ കണ്ടു പഠിച്ച 72ലൊക്കെ നമ്മളൊക്കെ ഉണ്ടാവുമോ? ശരിക്കും നിവേദ്യം എന്ന പടത്തിലെ ആ പാട്ട് കോലക്കുഴൽ വിളി കേട്ടോ കണ്ടോ? ഒരു കാലത്ത് എനിക്ക് തോന്നുന്നു മൊബൈലിന്റെ റിംഗ് ടോൺ എന്ന് പറയുന്നത്. അതെ, ഒരുപാട് പേര് എനിക്ക് തോന്നുന്നു കുറെ കാലം അതുണ്ടായിരുന്നു. സത്യം പറഞ്ഞ സുരേട്ടാ, നമ്മൾ ഇപ്പൊ മലയാളത്തിലെ പ്രേക്ഷകരെ സംബന്ധിച്ച് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ്, ഒരാൾ വന്നു കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും അവരൊന്ന് അക്സെപ്റ്റ് ചെയ്ത് വരാൻ. കാരണം അവർക്ക് ആ ഒരു അക്സെപ്റ്റൻസ് വരാൻ നല്ല ഒരുപാട് സിനിമകൾ വന്ന് കഴിവ് കുറെ പയറ്റി തെളിഞ്ഞാൽ മാത്രമേ അവർ അംഗീകരിക്കുള്ളൂ. പക്ഷെ എനിക്കൊരു ഭാഗ്യം കിട്ടിയത് ഒന്ന് ലോയിസ് സാർ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടായിരിക്കാം. കാരണം ലോയിസ് സാർ എന്ന് പറയുന്ന ഒരു വ്യക്തി അത്രയും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അദ്ദേഹം അതിന്റെ ഒരു പകുതി, പിന്നെ എനിക്ക് തോന്നുന്നു പകുതി കൂടുതലും ഈ പാട്ട്, കോലക്കുഴൽ എന്ന് പറയുന്ന പാട്ട് അതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു ഇതായിരുന്നു. കാരണം എനിക്കത് വളരെയധികം എനിക്ക് സന്തോഷം തോന്നിയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ആ സിനിമ കഴിഞ്ഞിട്ട് വിജയും ആ പാട്ടാണ് ആദ്യം അവനൊരു അവാർഡ്, അവന്റെ ലൈഫിൽ കരിയർ ബ്രേക്ക് കിട്ടിയിട്ട് ഒരു പാട്ടാണ്. കാരണം അന്ന് എനിക്കറിയാം സാർ ഇങ്ങനെ നമ്മുടെ ലാംഗ്വേജ് മലയാളത്തിന്റെ അക്ഷരസ്ഫുടത ഇതൊക്കെ വിളിച്ച് അത്രയും ട്രെയിനിങ് കൊടുക്കണ്ടായിരുന്നു അവർക്ക് പോലും. അപ്പൊ ആ സമയം ആ ഒരു പാട്ട് ഇങ്ങനെ കേട്ടപ്പം എനിക്ക് ദാസങ്കള് വിളിച്ച് ഇങ്ങനെ പറഞ്ഞൊരു കമന്റ് ഉണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ളൊരു കാര്യം. ദാസങ്കള് പറഞ്ഞു, സിനിമ പാടുമ്പോൾ മറ്റേതും ബിജു പാടിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്, പക്ഷെ ഇപ്പോ ആ സിനിമ കോലക്കുഴൽ പാട്ട് കേട്ടിട്ട് എനിക്ക് ബിജു പാടിയതായിട്ട് തോന്നില്ല. അങ്ങനെ ഞങ്ങളെ രണ്ടുപേരും സൗണ്ട് ആൻഡ് ബോഡി എന്ന് പറയുന്ന കളിയാക്കാറുണ്ടായിരുന്നു ആൾക്കാർ. നമ്മുടെ ഈ ഞങ്ങളുടെ ഒരു ക്ലബ്ബുണ്ട്, C3 എന്ന് പറഞ്ഞ ക്ലബ്ബുണ്ട്. അപ്പൊ അതിലൊക്കെ എപ്പോഴും പറയും ബിജുവിന്റെ സൗണ്ടും ഞാൻ അഭിനയിച്ചതാണല്ലോ. അപ്പം എനിക്ക് ഒരിക്കലും വിജയ് യേശുദാസ്, വിജയുടെ ഫീൽ ചെയ്ത് ഒരിക്കലും അത് ഞാൻ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞാനാ പാടിയത് ആ സമയത്തൊക്കെ. അപ്പൊ അത്രയും ഒരു മാച്ചിങ്, അത്ര ഒരു എന്താ പറയാ പാട്ടിന്റെ ഒരു ഇഷ്ടമാണ്. അപ്പൊ നമുക്കിനി വിനു മോഹന്റെ പാട്ടപ്പൊ നമുക്ക് കേൾക്കണം.
ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. കുളിപ്പാനായി കുളം വേണം, കുളത്തിൽ ചെന്താമര വേണം, കുളിച്ചു വന്നാകം പോകാൻ ചന്ദനം വേണം. ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. ഇല്ല ആലായാൽ തറ വേണം, അടുത്തൊരു അമ്പലം വേണം, അവിടെ ചെന്നിട്ട് വിനുമോഹൻ പ്രാർത്ഥിക്കണം, ഇനി ഞാൻ പാടില്ല. ഇല്ലേ? ഞാനത് ആദ്യമേ പ്രാർത്ഥിച്ച കാര്യമാണ്, അതുകൊണ്ട് ഈ പാട്ടി നിർത്താന്ന് വെച്ചാൽ. ഇപ്പൊ സുരാജ് ചേട്ടാ, നമ്മളുടെ ആയുധം കയ്യിൽ കിട്ടിയിരിക്കുകയാണ്. അതെ, ഇനി കുറച്ച് ദേവികയുടെ 1-2 ചോദ്യങ്ങളുണ്ട്. അത് ആധികാരികമായിട്ടുള്ള GK അങ്ങനെയൊന്നുമല്ല, വളരെ രസകരമായിട്ട് ഉത്തരം പറയണം. നമുക്ക് അത്ര ആഗ്രഹമുള്ളൂ, അത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ചോദ്യമാണ്, പുരുഷന്മാർക്ക് മീശയ്ക്ക് മുമ്പ് തലമുടി നരയ്ക്കാൻ കാരണം എന്താണ്? മീശയ്ക്ക് മുൻപ് എന്തുകൊണ്ട് തലമുടി നരയ്ക്കുന്നു? പ്രായമായതുകൊണ്ട്. എന്തിനു മീശയ്ക്കോ? അല്ല, മുടിയല്ലേ ആദ്യം വരുന്നത്. മുമ്പ് മീശയ്ക്ക് മുമ്പ് എന്തുകൊണ്ട് ആദ്യം വരുന്ന മുടിയായതുകൊണ്ടായിരിക്കും. Very good, very good. എനിക്ക് ഞാൻ തെറ്റിക്കാൻ വേണ്ടി പല നമ്പർ വെച്ചു, പക്ഷെ നീ അല്ല അറിയാഞ്ഞിട്ടല്ല. അല്ല, അടിപൊളി അടിപൊളി. കഴുതയും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? നീ ഞാനും പോലെ തന്നെ. മനുഷ്യൻ ഇത് കഴുതാ, കുറച്ചും കൂടെ വേണം, കുറച്ചും കൂടി. മനുഷ്യനും ഞങ്ങൾ 2 മനുഷ്യര്, നീ കഴുതാ. അത് പറ്റില്ല, അത് ഞാൻ സമ്മതിച്ചില്ല. കഴുതയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മനുഷ്യൻ 2 കാലി നടക്കുന്നു, കഴുത 4 കാലി നടക്കുന്നു, അതല്ലേ? അത് മനുഷ്യന് 4 കാലം നടക്കാറുണ്ടല്ലോ. 4 കാലുണ്ടോ മനുഷ്യന്? വേണമെങ്കിൽ കൽ പിടിച്ചാൽ 4 കാലം നടക്കും. അതല്ല ഉത്തരം, അതല്ല. കുറച്ചും കൂടെ ബുദ്ധിപരമായിട്ടുള്ള ഉത്തരമാണ് എനിക്ക് വേണ്ടത്. മനുഷ്യനും കഴുതയും തമ്മിലുള്ള വ്യത്യാസം. മനുഷ്യന് ബുദ്ധിയുണ്ട്, കഴുതയ്ക്ക് ബുദ്ധിയില്ല. അത് നോർമലി മനുഷ്യന്മാർക്കും ബുദ്ധിയില്ലാത്ത ആൾക്കാരില്ലേ? അറിയോ ഇല്ലയോ? ഇല്ലയോ? അറിയോ? ഞാൻ വിട്ടു. ഞാൻ നോക്കാം, ഒന്ന് ആലോചിക്കട്ടെ. ആലോചിക്കൂ. ഇല്ല, കിട്ടുന്നില്ല. നമ്മൾ മനുഷ്യന്മാരെ കഴുതയെന്ന് വിളിക്കും. കഴുതനെ നമ്മൾ എപ്പോഴെങ്കിലും മനുഷ്യാന്ന് വിളിച്ചിട്ടുണ്ടോ? എന്റെ ദൈവമേ, എനിക്ക് വയ്യ. ഒരു ആത്മസംതൃപ്തി അത് കണ്ടപ്പോ. ഇനി അടുത്തൊരു ചോദ്യം, ഒരേ ഒരു ചോദ്യം കൂടെ നമ്മളുടെ ഈ ഒരു പങ്ക്തി അവസാനിക്കുകയാണ്. നമ്മുടെ മുന്നിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് 3 വരം നിനക്ക് ഞാൻ തന്നിരിക്കണു, ഞാൻ തരാൻ റെഡിയാണ്, നീ എന്താണ് എന്നോട് ചോദിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ആ 3 വരങ്ങൾ ദൈവത്തിനോട് ആവശ്യപ്പെടുക? ആദ്യത്തെ വരം, എന്നും എന്നോട് ഇങ്ങനെ എന്നും വരങ്ങൾ ചോദിക്കണേ. അതൊരു വരമായില്ല. അത് ഉഗ്ര സാധനം കണ്ട, അപ്പം അതൊരു വരമായില്ലേ? എന്നും വന്ന് ചോദിക്കല്ലോ, എന്നും വന്ന് ആവശ്യമുള്ള സാധനങ്ങൾ ചോദിച്ചിട്ട് ഓരോ വരം മതി, വേണ്ട. എന്നും ഓരോ വരം വന്ന് ചോദിക്കണേ. സൂപ്പർ. അടുത്ത ജന്മങ്ങളൊക്കെ ഉണ്ടായാലും നല്ല രീതിയിൽ സന്തോഷമായിട്ട് ഇപ്പോഴൊക്കെ ജീവിക്കുന്ന സാഹചര്യങ്ങളോടെ ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട്. സിനിമയിൽ തന്നെ നിൽക്കണമെന്നും ആഗ്രഹമുണ്ട്. ഈ അടുത്ത വരും ജന്മങ്ങളിലും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. കാരണം സിനിമ എന്ന് പറയുന്നത് ഭയങ്കര അത്രയും ഒരു ഇഷ്ടമുണ്ടായത്. 3 വരം. ഇനി വിനു മോഹൻ ഡബ് സ്മാഷ് ആണ് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മുടെ ഒരു തമിഴിലെ ഒരു ഹിറ്റായ സിനിമയുണ്ട്, വീരപാണ്ഡ്യ കട്ടബൊമ്മൻ. ഇതൊന്ന് ചെയ്തു നോക്കൂ. റെഡി? திரை வரி வட்டி வானம் பொழிகிறது பூமி விளைகிறது உனக்கு ஏன் கொடுப்பது கிஸ்தி எங்களோடு வயலுக்கு வந்தாயா ஏத்தம் அரைத்தாயா நீர்பாய்ச்சி நெடுவயல் நிறைய கண்டாயா நாற்று நட்டாயா களை பறித்தாயா களனிவாழ் உழவருக்கு கஞ்சி கரையும் சுமந்தாயா அங்கு கொஞ்சி விளையாடும் எங்குல பெண்களுக்கு மஞ்சள் அரைத்து பணிபுரிந்தாயா அல்லது நீ மாமனா மச்சானா மானங்கெட்டவனே எதற்கு கேட்கிறாய் திரை யாரை கேட்கிறாய் வரி போரடித்து நெற்குவிக்கும் மேடி நாட்டு உழவர் கூட்டம் பரங்கியரின் விடலையும் போரடித்து தலைதனை நெற்கதிர்களாய் குவித்து விடும் ஜாக்கிரதை. അത് അദ്ദേഹം അഭിനയിച്ച് തകർത്ത ഒരു വേഷമാണ് ഞാനിവിടെ തകർത്തത്. ഈ
ചിരിക്കാഴ്ചകൾക്കിടയിൽ ഒരു ചെറിയ ഇടവേള എടുക്കാൻ സമയമായിരിക്കുകയാണ്. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് പവർഡ് ബൈ ഗോപു നന്ദില ജിമാർട്ട്, കോ പ്രസന്റഡ് ബൈ കൈരളി TMT സ്റ്റീൽ ബാർസ്. കൈരളി TMT സ്റ്റീൽ ബാസ്, ഇത് കലക്കിട്ട ബ്രോ. ആലായാൽ തറ വേണം, അടുത്തൊരമ്പലം വേണം, ആലിനു ചേർന്നൊരു കുളവും വേണം. ആലായാൽ തറ വേണം, അടുത്തൊരു അമ്പലം വേണം. അവിടെ ചെന്നിട്ട് വിനുമോഹൻ പ്രാർത്ഥിക്കണം, ഇനി ഞാൻ പാടില്ല. കൈരളി TMT സ്റ്റീൽ ബാസ്, ഇത് കലക്കിട്ട ബ്രോ. തിരിച്ചു വരാം. ലൂണാസ് കോമഡി സൂപ്പർ നൈറ്റ് പവർഡ് ബൈ ഗോപു നന്ദില ജിമാർട്ട്, കോ പ്രസന്റഡ് ബൈ കൈരളി TMT സ്റ്റീൽ ബാർസ്. നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് വിനു മോഹൻ ഇത്രയും നേരം നമ്മുടെ ഈ ലൂണാർസ് കോമഡി സൂപ്പർ നൈറ്റിൽ വന്ന് വിശേഷങ്ങളും അതുപോലെ തന്നെ അനുഭവങ്ങളും എല്ലാം പങ്കിട്ടതിന്. പാട്ടും വളരെ നന്നായിരുന്നു കേട്ടോ. അത് അല്ല, വൈഫിനോട് തന്നെ ചോദിക്കണം, എങ്ങനെയുണ്ടടി ഞാൻ പാടി? അതെ, എന്നോട് പറഞ്ഞു പോയപ്പോഴേ വിദ്യ പറഞ്ഞത്, അവിടെ പോയി പാട്ടൊന്നും പാടാൻ നിൽക്കണ്ട കേട്ടോ. ഞാൻ പറഞ്ഞു സുരാജേട്ടൻ പറഞ്ഞത് എന്ത് ചെയ്യും, സുരാജേട്ടനോട് പറഞ്ഞു, അല്ലെങ്കിൽ ഞാൻ വന്ന് ഇട്ട് കൊടുക്കുന്നു, എന്തായാലും സെറ്റ് വരുമ്പോൾ ഞാൻ കൊടുത്തോളാം പാടിപ്പിച്ച. Luna's Comedy Super Night powered by Gopu Nandula Gmart, co-presented by Kairali TMT Steel Ballsന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇതാ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഞങ്ങൾ വിട പറയുന്നു. ബൈ.